1 മിനിറ്റിന് അണ്ടറിൽ ഒരാളെ പരിചയപ്പെട്ട് അയാളുടെ അടുത്തുനിന്ന് 3 വാക്ക് മേടിച്ച് ഇത് റാപ്പ് ആക്കി കൊടുക്കണം. ആൻഡ് ഇതിൻ്റെ അത് കട്ട് വരാൻ പാടില്ല. സോ അതൊരു വളരെ 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 ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. യൂഷ്വലി ചൊക്ലിയാണ് പോയി ചോദിക്കാറ്, മൂന്ന് വേർഡ്സ് പറയും, ഞാനൊരു പാട്ടുണ്ടാകും. ഞങ്ങൾ പറയാൻ പറഞ്ഞ 3 വേർഡ്സ് നമുക്കൊരു പാട്ടുണ്ടാക്കി തരുമോ? ക്രിപ്റ്റോ കറൻസി ട്രേഡിങ് പഠിക്കാൻ നേരെ അങ്ങ് പോണം. 2024 റെസല്യൂഷൻ എടുത്തു, നേരെ അങ്ങ് ചെന്നു മിർസാദ് കോച്ചിങ് അക്കാഡമി. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. എല്ലാവരും ചിരിക്കും. അച്ഛൻ ചായ കുടിക്കാൻ വൈകിട്ട് വന്നിരിക്കുമ്പം അച്ഛൻ കളിയാക്കും, ഷിങ്കി എൻ്റെ ചായ കൊണ്ടുവാ, എനിക്കുള്ള ചായ. പക്ഷെ പതിയെ 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 ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. ഒരു ചേട്ടൻ വന്നു, ആ പടത്തിൽ തന്നെ മ്യൂസിക് സംതിങ് ചെയ്ത ചേട്ടൻ വന്നു. വിനയ് ചേട്ടന് കാണണമെന്ന് പറഞ്ഞു. നേരെ ചെന്ന് വിനയ് ഫോർട്ട് കയ്യൊക്കെ തന്നിട്ട് മൊച്ചോനോ ആടിപ്പോള് ആടിപ്പോള്. ഞാനിങ്ങനെ ഇതെന്ത് സംഭവിക്കുന്നു ഇവിടെ, ഇപ്പൊ എന്താ ഉണ്ടായേ? ഈ റാപ്പിനെ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുക, വേർഡ്സ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുക, എങ്ങനെയാണ് ഇമോഷൻസിനെ പ്ലേ ഔട്ട് ചെയ്യുക, ഇതെങ്ങനെയാണ് ഓഡിയൻസിലേക്ക് കൺവിൻസ് ചെയ്യുക? സോ ക്യാൻ യു ജസ്റ്റ് ടേക്ക് us through that journey of you creating a rap with 3 words? ഞാൻ അത് കേട്ടിട്ട് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് എഴുതി, പാൻഡിൽ പാടില്ല സ്ക്രാച്ച്, ഈ നയത്തോട് ഞങ്ങൾക്ക് ഔട്ട് മാച്ച് എന്നൊക്കെ പറഞ്ഞ് 4 മടക്കി ഹിന്ദി പഠിപ്പിക്കുന്ന അധ്യാപികയുടെ ബുക്കിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തു. പുള്ളിക്കാരി നേരെ പോയി ഇങ്ങ് വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന്, എന്ത് പറ്റി മാം? നിന്റെ കവിത കൊള്ളാം കേട്ടെ പറഞ്ഞ. ശരി, കവിത എന്നാ മെൻഷൻ ചെയ്തത്. കവിത കൊള്ളാം, ഇനി എഴുതണമെന്ന് പറഞ്ഞു. So welcome back to another power-packed episode of the Legion Show. Today we have a very, very special guest with us. Journo in the sheet and a rapper in the street, Chokli from Karunagapalli. Thank you so much for joining in, Advait. How are you doing? വളരെ 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 നന്നായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. സോ നമ്മൾ സംസാരിച്ചത് സ്ട്രീറ്റ് അക്കാഡമിക്സ് അല്ലേ? യെസ്. തൊട്ട് റാപ്പിംഗ് എന്ന് പറയുന്ന സ്റ്റൈൽ മലയാളത്തിൽ ഒരുപാട് ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനൊരു പ്രൊഫഷനോ ഇതിനൊരു കരിയറാക്കി എടുക്കാൻ സാധിക്കുന്ന ഒന്നാണോ? വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? ഹസിലുണ്ട്, ഒരുപാട് ഹസിലുകളുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ പരിചയത്തിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഇൻക്ലൂഡിങ് തിരുമാലി, ഫെജോ, നിങ്ങൾ മെയിൻ സ്ട്രീമിൽ കാണുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും വർഷങ്ങളോളം കിടന്ന് പയറ്റി ഉരുണ്ട് മറിഞ്ഞ് തിരിഞ്ഞു വന്നിട്ടാണ് ഇന്ന് അവർ കാണുന്ന പൊസിഷനിലേക്ക് വന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടത് ഒബ്വിയസ്ലി റവന്യൂ ആണ്. ആൻഡ് ഈ റവന്യൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ സ്റ്റേജ് ഷോസ് ചെയ്ത് പിടിച്ചു നിൽക്കുക, ഒരു നല്ല ബ്രേക്ക് ത്രൂ വരുമ്പോൾ ഇടിച്ചങ്ങ് കയറുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ആ ഒരു ബ്രേക്ക് ത്രൂ പോയിന്റ് എവിടെ നിന്നായിരുന്നു? അല്ലെങ്കിൽ ഓക്കെ, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ഡു, ബിക്കോസ് ജസ്റ്റ് ലൈക്ക് യു മെൻഷൻ ഇൻ യുവർ പ്രൊഫൈൽ ദാറ്റ് യു ആർ എ ജേർണലിസ്റ്റ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ജേർണലിസം ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബിക്കോസ് യു നോ സമകാലികമായി നടക്കുന്നു, ഇങ്ങനെ സംഭവിക്കുന്നു, എന്തൊക്കെ പോകുന്നു. ബിക്കോസ് യു ആർ ഓൾസോ ഇന്റേണിങ് അറ്റ് വൺ ഓഫ് ദി പ്രോമിനൻറ്റ് റേഡിയോ ഇൻ കേരള റൈറ്റ് നൗ. സോ ആ ഒരു ബ്രേക്ക് ത്രൂ എങ്ങനെ കിട്ടിയത്? ഓക്കെ, ഐ ക്യാൻ ഡു ദിസ് എന്നുള്ളൊരു പോയിന്റ് എവിടെ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്? റാപ്പിൻ്റെ കാര്യമാണോ ചോദിച്ചത്? കറക്റ്റ്. ഐ നെവർ തോട്ട് ഐ വുഡ് ബി എ റാപ്പർ. ഓക്കെ, ഞാൻ ഈ സ്റ്റോറി 2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ +1 പഠിക്കുന്ന സമയത്ത്, ഞാൻ പണ്ട് തൊട്ട് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഞാൻ ഭയങ്കര ഹൈപ്പറാണ്. ഞാനിങ്ങനെ, എനിക്ക് അടങ്ങിയിരുന്നാൽ പറ്റത്തില്ല. ഞാനൊരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് എനിക്ക് കൈയൊക്കെ ഇങ്ങനെ അടിക്കണം, എനിക്കിങ്ങനെ കിടന്ന് ആടണം, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറയണം. അപ്പം ഞാൻ ഭയങ്കര എക്സെൻട്രിക് ആയിട്ടാണ് പണ്ട് തൊട്ടേ ഈ ഡ്രസ്സ് ഇടുന്നത്, കാര്യങ്ങൾ. ഇപ്പം ഇച്ചിരി ഡീസൻ്റാണ്, ഇപ്പം ഫാമിലിക്കായി. സോ യുനോ അതുകൊണ്ട് കുഴപ്പമില്ല, സിംഗിളാണ് ബൈ ദ വേ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ ഭയങ്കര ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര അലങ്കോലം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ +1 പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സ്ക്രാച്ച് ഉള്ള ഒരു ജീൻസ് ഉണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞിട്ടുള്ളത് നേരത്തെ. ആ ജീൻസ് ഇട്ടുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയി. അപ്പോൾ കുറച്ച് ഉൾപ്രദേശത്തുള്ളൊരു സ്കൂളാണ് എൻ്റെ. അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഒന്നും വരാറില്ല, കുറച്ച് വിദ്യാർത്ഥികളൊക്കെ ഉള്ളൂ. അവിടെ ആ പരിസരത്ത് തന്നെയുള്ള വിദ്യാർത്ഥികളൊക്കെ വന്ന് പഠിക്കുന്നത്. അന്ന് ഞാൻ ഈ സ്ക്രാച്ച് വാങ്ങിയിട്ടുകൊണ്ട് പോയപ്പോഴത്തേക്കും എൻ്റെ അധ്യാപകർ പിടിച്ചു നിർത്തിയിട്ട് ഇതേപോലെ കുറച്ച് സംസാരിച്ചു. ഇതേപോലെ സ്ക്രാച്ച് ബാൻഡ് ഇട്ടുകൊണ്ട് നടക്കുന്ന കുട്ടികൾ പൊതുവെ ഇങ്ങനെയുള്ളവരാണ്. ഇത് ആ ടൈമിൽ മറ്റേ സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ പീക്കിൽ വന്നിരിക്കുന്ന സമയം, കഞ്ചാവ് പിള്ളേരാണ്, ആ ഒരു സാധനമൊക്കെ. എനിക്ക് ഒരിച്ചിരി അമർഷം വന്നു. ഞാനത് ഒരു പേനയും പേപ്പറും എടുത്ത്, അന്ന് ഫെജോ കോമഡി ഉത്സവത്തിൽ വന്നിട്ട് റാപ്പ് മെയിൻ സ്ട്രീമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ്. ഞാൻ അത് കേട്ടിട്ട് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് എഴുതി, പാൻഡിൽ പാടില്ല സ്ക്രാച്ച്, ഈ നയത്തോട് ഞങ്ങൾക്ക് ഔട്ട് മാച്ച് എന്നൊക്കെ പറഞ്ഞ് 4 മടക്കി ഹിന്ദി പഠിപ്പിക്കുന്ന അധ്യാപികയുടെ ബുക്കിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തു. പുള്ളിക്കാരി നേരെ പോയി സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് എന്നെ വിളിച്ചു, ഇങ്ങ് വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന്, എന്ത് പറ്റി മാം?
നിൻ്റെ കവിത കൊള്ളാം കേട്ടാ പറഞ്ഞ ശരി കവിത കവിത എന്നാ മെൻഷൻ ചെയ്തത്, കവിത കൊള്ളാം ഇനി എഴുതണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയി. കാരണം ഇത് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ഇതേ കാര്യം ഞാൻ ഇവരുമായിട്ട് 1.5 മണിക്കൂറായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുക. അവർ കേൾക്കുന്നില്ല. ഞാനത് എപ്പോൾ പേപ്പറിലാക്കി അവർക്ക് എഴുതി കൊടുത്തോ ആ സമയം അവരുടെ ഫുൾ ഇൻറ്റൻഷൻസ് മാറി. അത് അവർ പെർസീവ് ചെയ്ത സാധനം. സോ നൗ ദേ ആർ ലിസണിങ് വാട്ട് ഐ എം സെയിങ്. അന്ന് ഞാൻ ആർട്ടിന് മനുഷ്യന്മാരിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി. സോ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. ഐ റോട്ട് അ ലോട്ട്. 8 കണക്കിന് പേപ്പർ എടുത്ത് വെച്ചു, പടപടാന്ന് എഴുതാൻ തുടങ്ങി. കുറേ എഴുതി. ആൻഡ് അതിലൊരൊറ്റ ട്രാക്ക് പോലും ഞാൻ ആത്മവിശ്വാസത്തോടെ പറയും ഇന്ന് വരെ ഞാൻ എവിടെയും പാടിയിട്ടില്ല. ഓക്കെ, ബിക്കോസ് അത് ഞാൻ പയറ്റി തെളിഞ്ഞതാണ് അവിടെ. ആൻഡ് സ്റ്റിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ആസ് എ ജേർണലിസ്റ്റ്, ആർട്ട് ഈസ് സംതിങ് വെയർ യു ക്യാൻ എക്സ്പ്രസ് യുവർ സെൽഫ്, where you can output whatever you want. പീപ്പിൾ നിങ്ങളെ മാക്സിമം ജഡ്ജ് ചെയ്യില്ല. നിങ്ങളുടെ ഒപ്പോസിങ് ആയിട്ടുള്ള ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ആർട്ടിലൂടെയാണ് അത് പറയുന്നതെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടി കണക്റ്റഡ് ആവും. That's interesting. I think I should thank that teacher ഞാൻ because വിളിച്ചു. she actually kind of influenced to who you are today. So it's that journey. I think we should thank her as well. ഞാൻ വിളിച്ചിരുന്നു. അതെയോ? ഞാൻ ആട്ടം എന്ന് പറഞ്ഞൊരു മൂവിയുടെ പ്രൊമോ സോങ് ചെയ്തിട്ട് we saw that. അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. 3rd വീക്കാണ്. അതിന്റെ പ്രൊമോ സോങ് ഞാൻ ചെയ്തത് കഴിഞ്ഞപ്പം അന്ന് രാത്രി ഞാൻ ഇരുന്നിട്ട് പുള്ളിക്കാരിയെ ഞാൻ വിളിച്ച് നേരെ ഞാൻ ഡയൽ ചെയ്തപ്പോൾ ട്രിവാൻഡ്രംകാരിയാണ്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഹലോ ആരുടെ? ഞാൻ പറഞ്ഞു ഞാനിതേപോലെ നിങ്ങൾ പഠിപ്പിച്ച 2019-20 ബാച്ച്. ആ ഇയർ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞന്ന് തപ്പിയെടുത്തിട്ടൊക്കെ 19-20 ബാച്ചായിരുന്നു. പറഞ്ഞാൽ നീ പേര് പറ, ആരാ നീ പേര് പറ. ഞാൻ പറഞ്ഞു ഇന്നപോലെ അവിടെ ക്ലാസ്സിലുണ്ടായിരുന്ന അടുത്ത് തന്നെ, നീ പേര് പറ. ഞാൻ പറഞ്ഞു അദ്വൈത്. ഇതിനാന്നാ നീ ഇത്രയും ബിൽഡപ്പ് ഇട്ടത്? എനിക്ക് നീ പറഞ്ഞു വന്നപ്പോഴേ തോന്നി. എന്താ നീ വിളിച്ചത്? ഞാൻ പറഞ്ഞ് ഇതേപോലെ ഞാനൊരു പടത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്ത് ജേർണലിസം ഫൈനൽ ഇയറാ. ഓ തന്നെ, നിന്റെ സ്വഭാവം ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. അല്ല ഞാനൊരു നിന്റെ സ്വഭാവം ഇപ്പോഴും പഴയതുപോലെ തന്നെയെന്ന്. ഞാൻ പറഞ്ഞു അല്ല മാറി. അങ്ങനെയാണെ നീ രക്ഷപ്പെടും, അല്ലാത്ത വശം ഒന്നും നോക്കണ്ട, നീ രക്ഷപ്പെടുന്ന ഗതിയില്ലെന്ന് പറഞ്ഞില്ല. പഴയതുപോലെ വിരലിത്തരമൊന്നുമില്ല, ഇപ്പം നന്നായി എന്നൊക്കെ. എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ജീവിതത്തിലും അതുപോലെ നമ്മളെ പിവോട്ടൽ മൊമെന്റിൽ നമ്മളെ പുഷ് ചെയ്യുന്ന ഒരാൾ എന്തായാലും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അദ്വൈതിന്റെ ലൈഫിൽ ആ ഒരു വ്യക്തി ആയിരിക്കാം പ്രോബബ്ലി, അല്ലേ? ആൻഡ് അവർക്ക് ഒരു ക്രെഡിറ്റും വേണ്ട ഇതില്ല. അവർ ഭയങ്കര എഫേർട്ട്ലെസ് ആയിരിക്കും. ഞാൻ താങ്ക് യു പറയാനായിട്ട് ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആത്മനിർവൃത്തി കൊണ്ട് അവരെ വിളിച്ചയാ. എനിക്ക് നന്ദി പറയാനുണ്ട്. എൻ്റെ ഇമോഷൻസ് എല്ലാമായിട്ട് ഞാൻ അവിടെ ചെന്ന് നിന്റെ സ്വഭാവം പഴയതുപോലെ തന്നെയുടെ എന്ന് പറഞ്ഞ് തളർത്തി കളഞ്ഞ അവരല്ലേ. ഞാൻ ഓക്കെ നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം ധന്യമായതെന്ന് പറയാൻ തന്നപ്പം അവരെൻ്റെ അടുത്ത് ഞാനെന്ത് ചെയ്ത് അവരത് അക്നോളജ് ചെയ്യുന്നില്ല. ലൈക്ക് ദേ വോണ്ട് നോ ക്രെഡിറ്റ്. സം പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ് ഇൻ യുവർ ലൈഫ്. ദേ വോണ്ട് നത്തിങ് ഫ്രം യു. അവർക്കൊന്നും വേണ്ട നിങ്ങളുടെ അടുത്തുനിന്ന്. അവർ വരും, മാറ്റും, പോവും. ആൻഡ് ആ മാറ്റം അവിടെ തന്നെ കിടക്കും. അതെ. ഈ മലയാളത്തിൽ റാപ്പിംഗ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ആൾക്കാർ അതിനെ അക്നോളജ് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ കുറച്ച് ക്രിയേറ്റേഴ്സും നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം. അതിന് എത്രത്തോളം സ്വീകാര്യത ഇവിടെ ഇൻഡസ്ട്രിയിലുണ്ട്? റാപ്പ് ഒന്നാമത്തെ റീസൺ സ്റ്റിൽ എക്സ്പെരിമെൻറ്റിങ് ആണ്. ട്രൂ. നമ്മൾ റാപ്പ് എന്ന് പറയുന്ന സാധനം നമ്മുടെ കൾച്ചറിലുണ്ടായൊരു സാധനമല്ല. ഇൻഫാക്ട് നമ്മുടെ കൾച്ചറിൽ അതേപോലെ അതുമായിട്ട് കുലബന്ധം പ്രകടിപ്പിക്കുന്ന പല വസ്തുക്കളും പല ആളുകളും പല സ്ഥലത്തുനിന്നും കൊണ്ടുവന്നിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് ഇൻഫാക്ട് അത് നമ്മുടെ നിലവിലെ യാതൊരു കൾച്ചറുമായിട്ട് ഒരു ബന്ധമുള്ള സാധനമല്ല. അമേരിക്കയുടെ ഒരു വശത്ത് അടിച്ചമർത്തപ്പെട്ട ഒരു വർഗം ക്ലബിൽ കയറാനായിട്ട് അവകാശമില്ലാതായപ്പോൾ ക്ലബിന് പുറത്ത് കൂട്ടം കൂടി പാടി തുടങ്ങിയതാണ് ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ അതിനോടുള്ളൊരു താല്പര്യം കൊണ്ടായിരിക്കണം നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്നത്. ബേസിക്കലി ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഒന്നുമല്ല. ഇറ്റ്സ് ബേസിക്കലി ജസ്റ്റ് ചില്ലിങ്. ഒരു ബീറ്റ് ഇടുക, ആ ബീറ്റിനനുസരിച്ച് നിങ്ങൾ റിതം പിടിക്കുക, ആ റിതത്തിനനുസരിച്ച് നിങ്ങൾ പാടുക, അത് കേട്ടിട്ട് ആളുകളൊക്കെ ഒന്ന് റിലാക്സ് ആവുക, അത്രേ ഉള്ളൂ. ഒരു പോയിന്റ് എത്തിയപ്പം ഇതിൻ്റെ കൂടെ ഈ പറയുന്നത് പോലെ കുറച്ച് എക്സ്പ്രസീവ് ആയിട്ടുള്ള ആളുകൾ വന്നു, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എലമെന്റ്സ് വന്നു. ആൻഡ് അതവിടെ കിടക്കട്ടെ. എങ്ങനെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്റ്റിൽ എക്സ്പെരിമെന്റിങ് ആണ്. ഇംഗ്ലീഷിൽ നമുക്ക് പെട്ടെന്ന് ഈ പറയുന്ന പോലെ വേർഡ് പ്ലേസ് കൊണ്ടുവരാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷിൽ വാക്കുകളൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ മലയാളത്തിൽ ചില്ലറ പണിയൊന്നുമല്ല. ഒന്നാമത്തെ റീസൺ ഇംഗ്ലീഷിൽ പഴയ ഇംഗ്ലീഷും പുതിയ ഇംഗ്ലീഷും ഉള്ളതുപോലെ മലയാളത്തിൽ അങ്ങനൊരു സംഭവം ഇല്ല. ഐ മീൻ ഇംഗ്ലീഷിൽ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് പറയുന്ന ഭാഷയിൽ തന്നെ എഴുതാൻ പറ്റും. മലയാളത്തിന്, ബംഗാളിക്ക്, തമിഴിന്
കന്നഡയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചെടുത്തോളം ഈ ഭാഷകൾക്കൊക്കെ തനതായിട്ടുള്ള ഒരു പോയട്രി ശൈലിയുണ്ട്. ആൻഡ് ഇത് വർഷങ്ങളോളം എടുത്ത് ഡെവലപ്പായി വന്നൊരു സാധനമാണ്. ഈ സാധനം മലയാളത്തിൽ നമ്മൾ ഏത് തരത്തിലുള്ള സാഹിത്യം എഴുതിയാലും ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യും. തുടക്കകാലത്തൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു റാപ്പ് നേരിട്ടുകൊണ്ടിരുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ആളുകൾ പറയുന്ന ഭാഷയിൽ എഴുതുന്നത്. ആൻഡ് ഇത് ആളുകൾക്ക് കേൾക്കുമ്പോൾ ക്രിഞ്ചായിട്ട് തോന്നാൻ തുടങ്ങി ഒരു പറ്റ ഓഡിയൻസിന്. പിന്നീട് ഇതിൻ്റെ അകത്ത് ലൈക്ക് പോയിട്രി കൊണ്ടുവരാൻ നോക്കി. പോയിട്രി കൊണ്ടുവന്ന ആളുകൾ പോയിട്രി സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ തുടങ്ങി. പിന്നീട് റൈം ചെയ്യുന്ന വാക്കുകൾ വേർഡ് പ്ലേ കൊണ്ടുവരാൻ തുടങ്ങി. സോ നമ്മളിപ്പോഴും ഇപ്പം ഡാബ്സിയെ പോലുള്ള ആർട്ടിസ്റ്റുകൾ അതിൻ്റെ അത് മലബാർ സ്ലാങ് കൊണ്ടുവന്നു. ആൻഡ് ദാറ്റ് വാസ് എ ഗ്രേറ്റ് സക്സസ്, ഗുഡ് ഐഡിയ. ആൻഡ് ഇപ്പോഴും നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ സ്റ്റിൽ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റാപ്പിന്റെ ഒറിജിനൽ ഫോം എന്ന് പറഞ്ഞില്ല. സോ ത്രൂ ഔട്ട് ദ പ്രോസസ് അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കുണ്ടായിരുന്നു. നമ്മുടെ ഒരു നീശ ഓഡിയൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ പരിചയത്തിലുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എവിടെ ആരെപ്പോൾ റാപ്പ് ഇറക്കിയാലും എവിടെ ഹിപ്പ് ഹോപ്പായിട്ട് ബന്ധപ്പെട്ട് എന്ത് എലമെന്റുകൾ വന്നാലും അപ്പം അത് തപ്പിപ്പോവും, അപ്പോൾ അത് തേടി ഇറങ്ങും. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഭൂരിഭാഗം ആളുകൾക്കും ഒരു മെലഡിക് സാധനമാണ് കേട്ട് പരിചയമുള്ളത്. റാപ്പ് ഈസ് നോട്ട് മോസ്റ്റ്ലി മ്യൂസിക്, ഇറ്റ്സ് മോസ്റ്റ്ലി വേർഡ്സ്. നിങ്ങൾക്ക് ഒരു കവിത മനസ്സിലാക്കുന്നത് പോലെ, ഒരു കവിത ആസ്വദിക്കുന്ന പോലെ, അല്ലെ ഒരു കഥ ആസ്വദിക്കുന്ന പോലെ ഒരു റാപ്പ് ആസ്വദിക്കാൻ പറ്റണം. അതിൻ്റെ അകത്ത് ആ റാപ്പർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. ആൻഡ് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ ഇൻ അഡീഷൻ വി ഗീവ് യു റിതം. അണ്ടർസ്റ്റാൻഡ്, അഗ്രി 100%. ദാറ്റ് സ്റ്റോറി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ല അദ്വൈത്. അതായത് അമേരിക്കയുടെ ഒരു കഥ പറഞ്ഞില്ലേ, പണ്ട് ആൾക്കാർക്ക് ക്ലബിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് അവർ പുറത്ത് ആഘോഷിച്ച ഒരു രീതിയാണ്. പിന്നെ അത് ഹിപ്പ് ഹോപ്പും പോപ്പൊക്കെ ക്ലബിന്റെ പുറത്തായിട്ടല്ല, ഇറ്റ്സ് ലൈക്ക് ഒരു ഭാഗത്ത് ആ ചേരിയുടെ ഒരു ഭാഗത്ത്, ആ ചേരിക്ക് രണ്ട് വശങ്ങളുണ്ടായിരുന്നു. ഒരു വശത്ത് ബൂഷായിട്ടുള്ള ആളുകൾ ക്ലബ്ബുകളിൽ അടിച്ചു പൊളിക്കുമ്പോൾ ആ ചേരിയുടെ മറുവശത്ത് വേലിത്തിരിവുകൾ കെട്ടിച്ച് ഒരു പറ്റം ആളുകൾ കൂടി ചേർന്നിരുന്ന് പാട്ടുപാടി. ഹിപ്പ് ഹോപ്പിൽ നിന്നായിരുന്നു ഉത്ഭവം. ഹിപ്പ് ഹോപ്പ് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബിബോയിങ് എന്ന് പറയും, നമ്മൾ ഫ്രീ ആയിട്ട് ഡാൻസ് കളിക്കും, ബീറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കൈയൊക്കെ ആട്ടി ജസ്റ്റ് കറങ്ങി തിരിഞ്ഞൊക്കെ വരുന്ന ഇട്ടിട്ടില്ലേ, അത് ബിബോയിങ് ആണ്. 2 എംസിങ് ആണ്, അഥവാ റാപ്പിംഗ് ആണ്. എംസിങ്ങും റാപ്പിങ്ങും 2 അത് അവിടെ നിൽക്കട്ടെ, പക്ഷെ എംസിങ് ആണ്. 3 ബീറ്റ് ബോക്സിങ് ആണ്. ഇത് 3 അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈക്ക് മെയിൻ എലമെന്റ്സ്. പിന്നെ ഗ്രാഫിറ്റി വരും, പെയിന്റ് അടിക്കുന്നത്. So like hip hop was a great movement. It was part of a culture, I believe. It was a culture itself. It was a culture. Okay. It is a culture. It was a culture. It is a culture. Interesting. It is a culture. It started as a culture. It is still going on as a culture. Okay. ആ കൾച്ചർ ഇനി കേരളത്തിലേക്ക് വരുമോ, വരുത്താൻ സാധിക്കുമോ? There man, it's there. It's in the streets. മറ്റേ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ പറയുന്ന അറിയത്തില്ലേ, നീ മനസ്സിലാക്കാനായിട്ടൊന്നും ചെയ്യേണ്ടത് ഈ തെരുവിന്റെ അങ്ങേ മൂലം നിങ്ങേ മൂലം ഒരു വലിച്ചു നീട്ടി നടന്നാൽ മതി. കൊച്ചി ചുമ്മാ ഇറങ്ങി നടന്നാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും. യു ക്യാൻ സീ പീപ്പിൾ വെയറിംഗ് ഹാറ്റ്സ്, ഡ്രസ്സിംഗ് വെൽ, സിംഗിങ് അലോങ്. ദാറ്റ്സ് ഹിപ്പ് ഹോപ്പ്. It's there. ആ ഇൻഫ്ലുവൻസ് ആണ്. There are people who love like K-pop. There are people who love Taylor Swift. There are people who love Kendrick Lamar. There are people who love Dapsy. At the end of the day ഇവരെല്ലാം ഇഷ്ടപ്പെടുന്നത് ഹിപ്പ് ഹോപ്പും പോപ്പ് മ്യൂസിക്കും ഒക്കെ തന്നെയാണ്. It is there. ചില ആളുകൾ അക്നോളജ് ചെയ്യുന്നില്ല, അവർക്ക് ഇന്ന സാധനത്തിനാണ് ഇഷ്ടം. ബട്ട് പീപ്പിൾ ആർ ലവിങ് ഇറ്റ്. ട്രൂ. ഒരു മേ ബി ഒരു 2-3 വർഷക്കാലത്തിനിടയ്ക്ക് ഇതിനെക്കുറിച്ച് ആളുകൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങും. എന്താണ് റാപ്പ്, എന്താണ് റിതം, എങ്ങനെയാണ് വേർഡ് പ്ലേസ് വരേണ്ടത്, എങ്ങനെയാണ് ഒരു റാപ്പർ പാട്ടിറക്കേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി ആളുകൾ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി റിസർച്ച് ചെയ്യും, നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവും. ഇതിൻ്റെ ഹിസ്റ്ററി, റാപ്പിൻ്റെ ഒരു ഹിസ്റ്ററി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചുക്ലി അതിന് എങ്ങനെയായിരിക്കും അതിനെ സ്ട്രക്ചർ ചെയ്ത് പറയുക? ഒരാൾ ചോദിക്കുകയാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയായിരിക്കും? ഐ ഹാവ് നോ ഫ്രീക്കിംഗ് ഐഡിയ അബൌട്ട് ദാറ്റ്. ബട്ട് ഇൻ കേരള അറ്റ്ലീസ്റ്റ് ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ വളരെ ഡിസ്റ്റോർട്ടഡ് ആണ്, വളരെ ഡിസ്റ്റോർട്ടഡ് ആണ്. ഞാനൊരു സ്റ്റോറി പറയുകയാണ്, ആ സ്റ്റോറിയുമായിട്ട് വേറൊരു റാപ്പറും ചേർന്ന് നിൽക്കില്ല. ആൻഡ് വേറൊരു റാപ്പർ പറയുന്ന സ്റ്റോറിയായിട്ട് മറ്റൊരു റാപ്പർ ചേർന്ന് നിൽക്കത്തില്ല. ബിക്കോസ് അത് ഓരോരുത്തരും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും, ഓരോ സ്റ്റോറി ആയിട്ടും. യെസ്, ഇപ്പം ജാസി ഗിഫ്റ്റ് മറ്റേ ലജ്ജാവതിയുടെ തുടക്കത്തിൽ ശവനോ ശവനോ ശവ, അത് റാപ്പാണ് ആക്ച്വലി. അത് റാപ്പാണെന്ന് ജാസി ഗിഫ്റ്റ് അക്നോളജ് ചെയ്തോ? എനിക്കറിയില്ല. നമ്മൾ അക്നോളജ് ചെയ്തോ? ഇല്ല. ഞാൻ അക്നോളജ് ചെയ്തില്ല. പക്ഷെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട്. ആൻഡ് അതിനുശേഷം അതിനു മുമ്പും പല പടങ്ങളിലും റാപ്പ് പാട്ടിൻ്റെ ഇടയിൽ ഒരു എലമെൻ്റ് ആയിട്ട് പല ആളുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ആളുകൾ അക്നോളജ് ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല. പക്ഷെ അത് റാപ്പ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ടെക്നിക്കലി യെസ്, ഇറ്റ്സ് എ റാപ്പ്.
ഫസ്റ്റ് നമ്മൾ ലൈക്ക് ഇൻഡസ്ട്രിയിൽ കൂടുതലും ആളുകൾ ഞാൻ പറഞ്ഞു കേട്ടെടുത്തോളം റാപ്പായിരുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇറക്കിയ, റാപ്പാണെന്ന് പറഞ്ഞ് ഇറക്കിയ ഫസ്റ്റ് റാപ്പെന്ന് നമുക്ക് അക്നോളജ് ചെയ്യാൻ പറ്റുന്നത് എന്ന നിലവിൽ ഉള്ളത് സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്ന് പറയുന്നൊരു കൂട്ടത്തിൻ്റെ വണ്ടി പങ്ക്ചർ എന്ന് പറഞ്ഞൊരു റാപ്പാണ്. അപ്പം അതും ഡിബേറ്റബിൾ ആണ്. ബട്ട് സ്റ്റിൽ ഒരു 11 വർഷം മുമ്പാണ് ഈ പറയുന്ന സ്ട്രീറ്റ് അക്കാഡമിക്സിൻ്റെ ട്രാക്ക് വരുന്നത്. ഇൻട്രസ്റ്റിംഗ്. മലയാള സിനിമയിൽ ഇപ്പോൾ എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് എന്ന് പറഞ്ഞ സാധനം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോ ട്യൂൺ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് വയലാറൊക്കെ എഴുതി വെച്ച ഒരു സാഹിത്യവും കൃതിയും കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ ഒരു വേറൊരു സ്റ്റൈലിലേക്ക് മലയാളം ഇൻഡസ്ട്രിയും മ്യൂസിക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ആസ് സമ്മൺ ഹൂസ് വർക്കിംഗ് വെരി ക്ലോസ്ലി ഓർ അറ്റ്ലീസ്റ്റ് സമ്മൺ ഹൂസ് എക്സ്പ്ലോറിംഗ് ദിസ് ഇൻഡസ്ട്രി, യു ഹാവ് യുവർ ഓൺ ഐഡിയ ഓഫ് ഓർ ഇൻസൈറ്റ്സ് ടു ഷെയർ അബൌട്ട് ദിസ് ഇവോൾവിംഗ് മ്യൂസിക് ഇൻഡസ്ട്രി, അതിൻ്റെ സ്ട്രക്ചറും. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം വൺ പോയിൻറ്റ്, അതായത് ആസ് എ റാപ്പർ ഈ റാപ്പിനെ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുക, ഈ റാപ്പിലേക്ക് എങ്ങനെയാണ് വരിക, ഇതിൻ്റെ റിതം എങ്ങനെയാണ് പ്ലേസ് ചെയ്യുക, വേർഡ്സ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുക, എങ്ങനെയാണ് ഇമോഷൻസിനെ പ്ലേ ഔട്ട് ചെയ്യുക, ഇതെങ്ങനെയാണ് ഓഡിയൻസിലേക്ക് കൺവിൻസ് ചെയ്യുക. സോ ക്യാൻ യു ജസ്റ്റ് ടേക്ക് us ത്രൂ ദാറ്റ് ജേർണി ഓഫ് യു ക്രിയേറ്റിംഗ് എ റാപ്പ് വിത്ത് 3 words? 3 വേർഡ്സിൻ്റെ റാപ്പ്. 3 വേർഡ്സിൻ്റെ റാപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പെട്ടെന്ന് ഒരാളുടെ അടുത്ത് ചെല്ലുന്നു, അയാളുടെ അടുത്ത് പറയുന്നു 3 വാക്ക് പറ. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ 3 വാക്ക് പറയുമെന്ന് പറയുമ്പോൾ അവൻ അവിടെ ഫ്രീസ് ആവും. 3 വാക്ക് ഞാൻ എന്തിനാ ഇപ്പം 3 വാക്ക് പറയുന്നത്, 3 വാക്ക് എന്തോ 3 വാക്ക് ഏതാ 3 വാക്ക്, ആ ഒരു പാനിക് ഉണ്ടാവും. ആൻഡ് ഇയാൾ ഈ ഇരുന്ന് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ആലോചിക്കില്ലേ. ലെറ്റ്സ് ടേക്ക് ദാറ്റ് ഫോർ ആൻ എക്സാമ്പിൾ. അത്രയും സാധനങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിക്കുന്ന ഇതിനെ നമ്മൾ മെൻ്റൽ റാം എന്നാണ് പറയുന്നത്. മെൻ്റൽ റാം അത് ഞാൻ കോയിൻ ചെയ്തില്ല, ഹാരി മാക്ക് കോയിൻ ചെയ്തൊരു ടേമാണ് മെൻ്റൽ റാം. നമ്മുടെ ഡിവൈസിലൊക്കെയുള്ള റാം ഇല്ലേ, അതേപോലെ മെൻ്റൽ റാം. ഈ മെൻ്റൽ റാം നമുക്ക് ഉണ്ടാവണം. ഒന്നാമത്തെ ഒരു സാധനം നമുക്കൊരു മെൻ്റൽ റാം ഉണ്ടാവണം. സോ നമുക്ക് വേർഡ്സ് നമ്മുടെ തലയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം, ആ വേർഡ്സ് വരണം. ആൻഡ് ഈ മെൻ്റൽ റാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ഫ്രീ സ്റ്റൈൽ റാപ്പറിന് അല്ലെങ്കിൽ ഏതൊരു സാധാരണ മനുഷ്യനും എനിക്കറിയാവുന്നിടത്തോളം അയാളുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഫ്ലക്ച്വേറ്റ് ചെയ്ത് അയാൾക്ക് ഇഷ്ടമുള്ള സ്ട്രക്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. എക്സസൈസ് ചെയ്താൽ മാത്രം മതി. നോട്ട് ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, ബട്ട് വിത്ത് പീപ്പിൾ ഹു ആർ നോട്ട് വിത്ത് ഡിസബിലിറ്റീസ്. അവർക്ക് അവരുടെ ബ്രെയിൻ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാൻ പറ്റും. എക്സസൈസ് മാത്രം ചെയ്താൽ മതി. സിംപ്ലി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പാട്ട് കേട്ടാൽ നമ്മുടെ കൈയും കാലും ഒക്കെ ആടില്ലേ, അതേപോലെ നമ്മുടെ നാക്ക് പാടണം, വാക്കുകൾ വരണം. ഇപ്പോൾ ഒരു ബീറ്റ് ഒരാളിട്ട് വരിക, എൻ്റെ കൈ ആടിയതുണ്ടോ, അതേപോലെ വാക്കുകൾ പറഞ്ഞു. മിർസാദിക്ക കൂടെ ഞാൻ പുള്ളിയുടെ പാട്ട് വേണ്ടി ഇങ്ങ് ചുമ്മാ പാടി, പുള്ളി നേരെ നോക്കി മൈക്കിലേക്ക് തന്നെ ഞാൻ സ്പിറ്റ് അങ്ങ് ചെയ്ത്, എൻ്റെ ബാർസ് കൂടെയുണ്ട്, കപ്പ് സൈഡ് ചുമല അതിൻ്റെ അടിയിൽ. ലൈക്ക് ആ സാധനം ഇങ്ങനെ വരണം. നമ്മളത് ജസ്റ്റ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുത്താൽ പിന്നീട് നമുക്ക് ബീറ്റ് കേൾക്കുമ്പോൾ നമ്മുടെ കൈ ആടുന്നത് പോലെ നമ്മുടെ വേർഡ്സും വരും. ആൻഡ് ഫോർ ദാറ്റ് യു നീഡ് ടു ഹാവ് എ ഗ്രേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് റിതം. ഋതത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഋതത്തിനെ പറ്റിയിട്ട് താളത്തിനെ പറ്റിയിട്ട് നല്ലൊരു ബോധം ഉണ്ടാവണം. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, ഞാനത് എവിടെ വേണമെങ്കിലും പോയിരുന്നു പറയും എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഐ എം നോട്ട് എ സിംഗർ, ബട്ട് ഐ മേക്ക് മ്യൂസിക് ബിക്കോസ് ഐ നോ വാട്ട് റിതം ഈസ്. ഐ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് അബൌട്ട് റിതം. എന്താണ് റിതം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ എനിക്കുണ്ട്. ഒരുപാട് പാട്ടുകൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ആൻഡ് ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ബീറ്റ് ഇടാം. ആ ബീറ്റിൽ ഒരു സിമ്പിൾ എക്സസൈസ് ആണ്, ഒരു 4 കൗണ്ട് ചെയ്ത് പഠിക്കാം. അപ്പം ഇങ്ങനൊരു ബീറ്റാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാം 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 and these digits will turn into words. It's that simple. You just need a lot of practice. I think first thing is that mental RAM, and second thing is rhythm, and then beats, and of course practice. So these words that you mentioned, ഈ വേർഡ്സ് വരുന്നത് വായനയിലൂടെ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ടൊക്കെ ആയിരിക്കും ഇത്രയും മനോഹരമായിട്ട് ആ വേർഡ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. I'm a very bad reader. very How the heck did that happen, man? Tell me about that. വായിക്കാറില്ല. ഞാൻ അവസാനം വായിച്ച ബുക്ക് എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് അബൌട്ട് ലൈക്ക് അറ്റ്ലീസ്റ്റ് 6 months ago ഒരു ബുക്ക് ഞാൻ വായിച്ചു തീർത്തത്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കെല്ലാവർക്കും കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്ന ഓരോരോ രീതികളുണ്ട്. ചില ആളുകൾക്കൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ആ കാര്യം അവരുടെ അടുത്ത് നമ്മൾ വിഷ്വലി ഇൻപുട്ട് ചെയ്യേണ്ടി വരും. കാണിച്ച് വിഷ്വൽ കാണിച്ച് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ മെക്കാനിക്സ് ഇങ്ങനെയാണ്. ചില ആളുകൾക്ക് നമ്മളത് എഴുതി കാണിച്ചാൽ മതി, എഴുതുന്നത് വായിക്കുമ്പോൾ അവരത് സ്വയം മനസ്സിലാക്കി എടുത്തോളും. ചില ആളുകൾക്ക് ഇതൊന്നും ആയിരിക്കില്ല.
ചില ആളുകൾ ചിന്തിക്കുന്നതും ചില ആളുകൾ ലൈക്ക് ചില ആളുകളുടെ ഇൻപുട്ടും മ്യൂസിക്കലി ആയിരിക്കും. സോ അവർക്ക് മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്യൂൺസ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഞാൻ വേർഡ്സ് കൊണ്ടാണ് ചിന്തിക്കുന്നത്. സോ ഐ എം ഗുഡ് വിത്ത് വേർഡ്സ്. ആൻഡ് ജനറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ എൻ്റെ അമ്മ വാസ് എ ഗുഡ് റൈറ്റർ. ചിറകുടിഞ്ഞ കിനാക്കളാണ്. MCOM ആയിരുന്നു പഠിച്ചത്. MCOM കഴിഞ്ഞു, 12 വർഷം പണിക്ക് പോയില്ല എന്നെ നോക്കാൻ വേണ്ടിയിട്ട്. എന്നെ നോക്കാൻ വേണ്ടിയിട്ട് നോക്കി പുള്ളിക്കാരി. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി എന്നെ നോക്കിയതിൻ്റെ പേരിലാണ് നിലവിൽ ഞാൻ ഭയങ്കര കുരുപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കത്തില്ല. അപ്പം പുള്ളിക്കാരിയുടെ ഒരു 10-12 വർഷം പോയി കിട്ടി. ബട്ട് സ്റ്റിൽ പുള്ളിക്കാരിയുടെ എഴുത്തിൻ്റെയും വാക്കുകൾ പെർസീവ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും വേർഡ്സ്. I'm good with words. Yeah, I can see that. I can feel that. I'm good with words. ഞാൻ ഭാഷകൾ 2-3 ഭാഷകൾ കുഴപ്പമില്ലാതെ സംസാരിക്കും. സോ I'm good with words. പിന്നെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ ഓർത്തിരിക്കും. ഇല്ല പരീക്ഷയ്ക്കൊക്കെ മാർക്ക് കുറവാണ്, അത് പിൻവലിച്ച്. This is a very interesting thing. Like usually നല്ല വൊക്കാബുലറി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ വായിക്കണം എന്നുള്ളതാണ്. ദ വേ യു പെർസീവ് തിങ്സ്. യെസ്, അതാ ഞാൻ പറഞ്ഞു വന്നത്. നല്ല വൊക്കാബുലറി ഉണ്ടാവാൻ നല്ലപോലെ വായിക്കണം. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നല്ല വൊക്കാബുലറി ഉണ്ടാവാൻ നല്ലപോലെ സംസാരിക്കുന്നത്, നല്ലപോലെ എഴുതുന്നത് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റണം. വേർഡ്സ് നമുക്ക് കിട്ടുന്നത് ഒരു കാലഘട്ടം വരെ ബുക്സിൽ നിന്ന് മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് അൺലിമിറ്റഡ് കൈൻഡ് ഓഫ് സോഴ്സസ് ഉണ്ട് മാൻ. Correct. We just don't need to have to go there and read a book to get some information. True. നമുക്കൊരാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ആൻഡ് അയാളുടെ പെർസെപ്ഷൻ പറയുന്ന കാര്യം കേൾക്കുന്നതല്ല, ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നമുക്കിരുന്ന് കാണാം. ഇപ്പം ക്വാണ്ടം ഫിസിക്സിനെ പറ്റിയിട്ട്, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ടോപ്പിക്, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കണം. ഇറ്റ് വിൽ അറ്റ്ലീസ്റ്റ് ടേക്ക് യു ആൻ അവർ. പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ 15 മിനിറ്റിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു യൂട്യൂബ് വീഡിയോ കാണും. സോ ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ആ 15 മിനിറ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം, നന്നായിട്ടിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് വാക്കുകളും. നിങ്ങളൊരു നല്ല പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിൻ്റെ അകത്ത് അവർ പറയുന്നത് എന്താണെന്ന് ലിറിക്സ് ശ്രദ്ധിച്ച് കേട്ട് നോക്കിയാൽ മതി. യു വിൽ ഗെറ്റ് ഇറ്റ്. ഇറ്റ് ഈസ് ദെയർ. റീഡ് ചെയ്യുന്നത് നല്ലതാണ്. എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ വുഡ് നെവർ സേ ദ അതർ വേ. എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റീഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പേഷ്യൻസ് കൂട്ടും. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇമാജിൻ എ ലോട്ട് ഓഫ് സ്റ്റഫ്. പക്ഷേ ഇൻഫർമേഷന് വേണ്ടിയിട്ട് വായിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഐ എം റിയലി ക്യൂരിയസ് ടു നോ. ഇപ്പോൾ അദ്വൈത് ഒരു റാപ്പർ എന്ന നിലയിൽ ആ വേർഡ്സ് കണക്ട് ചെയ്യുന്ന ഒരു റിതം ഉണ്ട്, രീതി ഉണ്ടല്ലോ. ഈ വേർഡ്സ് എങ്ങനെയാണ്, ഹൗ ഡസ് യുവർ ബ്രെയിൻ ആക്ച്വലി വർക്ക്സ് വെൻ യു ആർ ആക്ച്വലി തിങ്കിങ് അബൌട്ട് ദീസ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇറ്റ്സ് റിതം മാൻ. ഇറ്റ്സ് റിതം. റിതം നമ്മുടെ എല്ലാം ചോരയിലുള്ള. സോ യു ഫോളോ ദ റിതം ഫസ്റ്റ് ആൻഡ് ദെൻ യു കണക്ട് ദ വേർഡ്. യെസ്, ഓക്കെ, യെസ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എല്ലാം ചോരയിലുള്ള സാധനമാണ് താളം. എത്ര മസിൽ പിടിച്ചു എന്നു പറഞ്ഞാലും, എത്ര മസിൽ പിടിച്ചു എന്നു പറഞ്ഞാലും, ചെണ്ടമേളത്തിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ കാലെങ്കിലും ആട്ടും. അത് എത്ര മസിൽ പിടിച്ചു എന്നു പറഞ്ഞാലും നീ കാലോ കയ്യോ ആട്ടും. ആരാണെങ്കിലും കാലോ കയ്യോ ആട്ടും. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ പറയുന്നത് പോലെ ഞാൻ ഭയങ്കര എക്സിക്യൂട്ടീവാണ്, എനിക്ക് അനങ്ങാൻ വയ്യ, കൈ അനക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു തന്നാലും ആ ഋതത്തിൽ അനങ്ങിപ്പോവും. ബിക്കോസ് അവർ ബ്രെയിൻ ലവ്സ് ദാറ്റ്. 4/4 എന്ന് പറയും ആ ഋതത്തിന്. ഓക്കെ, 4/4 റിതം 4 ടൈംസ് അടിക്കുന്നതാണ്. എനിവേ, അത് യുവർ ബ്രെയിൻ ലവ്സ് ദാറ്റ്. അതെല്ലാം നമ്മുടെ ചോരയിലുണ്ടത്. നമ്മുടെ പൂർവികരൊക്കെ ഈ പറയുന്നത് പോലെ പല പല ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. നമ്മുടെ കയ്യിലുണ്ട് ആ സാധനം. നമുക്കൊന്ന് മിനുക്കി എടുത്താൽ മതി അത്. സോ നമുക്ക് ലൈക്ക് ഓൾറെഡി ഉള്ള ഋതത്തിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഒന്നുകൂടെ മനസ്സിലാക്കുക. ദെൻ ഈ പറയുന്നത് പോലെ ഋതം കേൾക്കുമ്പോൾ നമുക്ക് ഇറ്റ്സ് ലൈക്ക് ലേണിങ് ഹൗ ടു സ്വിം. ആ ഋതം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് നീന്തി വരാൻ. പക്ഷെ ഒന്ന് നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഡു ബാക്ക് ഫ്ലിപ്സ് ഇൻ വാട്ടർ. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ഋതം പഠിക്കുക, ഋതം മനസ്സിലാക്കുക, ആ ഋതത്തിനനുസരിച്ച് പയ്യെ പയ്യെ പാടി നോക്കുക. ആദ്യം ചിലപ്പോൾ വാക്കുകളൊന്നും കിട്ടില്ല. ഫസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ പാടി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വാക്കുകളൊന്നും കിട്ടില്ല. ചില സ്ഥലത്ത് നിങ്ങൾ ഫ്രീസായി പോവും. ഇറ്റ്സ് ഓക്കെ. നമ്മളെല്ലാവരും തുടങ്ങുന്നൊരു സ്ഥലമുണ്ട്, പക്ഷെ നമ്മൾ തുടങ്ങണം. Starting, that is I think very important. And how did you start your journey in this? അത് ഇങ്ങനൊരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ കേട്ടു, ഫ്രീ സ്റ്റൈൽ ചെയ്യുന്നതിനെ പറ്റി. യു ആർ ടോക്കിംഗ് അബൌട്ട് ഫ്രീ സ്റ്റൈൽ, റൈറ്റ്? ഫ്രീ സ്റ്റൈൽ ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ കേട്ടു.
അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ ഫ്രീ സ്റ്റൈൽ ചെയ്ത് നോക്കാം. ഫെജോ ആണ് ആക്ച്വലി ഒരു ഫ്ലോറിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി പറയുന്നത്. പുള്ളി ഒരു ഫ്ലോറിൽ വന്നിട്ട് അവിടെ ഇരുന്ന ജഡ്ജസിൻ്റെ അടുത്ത് മെൻഷൻ ചെയ്തിട്ട് പറയുന്നു ഇദ്ദേഹമുണ്ട് ഫ്ലോറിൽ ഞാൻ അങ്ങ് നിൽക്കുന്നുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് പുള്ളി ഒരു 4 വരിയെ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് കൊള്ളാമല്ലോ പരിപാടി, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഇമിറ്റേഷൻ. ഞാൻ ആ സമയത്ത് 15-16 വയസ്സ് തിളച്ച് നിൽക്കുക, ചോരയൊക്കെ ഇങ്ങനെ ബീറ്റിട്ടിട്ട് ഞാനിങ്ങനെ പാടിത്തോണ്ട് യാ 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 യാ. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. എല്ലാവരും ചിരിക്കും, അമ്മ വരും, അച്ഛൻ ചായ കുടിക്കാൻ വൈകിട്ട് വന്നിരിക്കുമ്പം അച്ഛൻ കളിയാക്കും, ഷിങ്കി എൻ്റെ ചായ കൊണ്ടുവാ, എനിക്കുള്ള ചായ പറഞ്ഞ് പുള്ളി കളിയാക്കും. പക്ഷെ പതിയെ ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. സ്റ്റിൽ ഐ ആം ഇംപ്രൂവിങ് മാൻ. ഇപ്പോഴും ഞാൻ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്റ്റിൽ ഇൻ ദാറ്റ് ലേണിംഗ് പ്രോസസ്. ഇറ്റ്സ് എ വെരി ഫാസ്റ്റ് എറ. നിങ്ങൾ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോകും. 1 മാസം ഫോൺ ഓഫാക്കി വെച്ച് വല്ല റൂമിലും പോയിരുന്നു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അത്രയും പെട്ടെന്നാണ് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നത്, അത്രയും പെട്ടെന്ന് ആളുകളുടെ നീഡ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. യു ഹാവ് ടു ഒക്കുപ്പൈ വിത്ത് ദാറ്റ്, യു ഹാവ് ടു ബി വിത്ത് ദാറ്റ്. ആ സാധനങ്ങൾ നിങ്ങൾ കൊടുക്കണം ആളുകൾക്ക്. സോ യു ഹാവ് ടു ഡു യുവർ റിസർച്ചസ്, യു ഹാവ് ടു ലേൺ വാട്ട് ടു ഡു, യു ഹാവ് ടു learn what the market needs. Then you have to study about how you can, polish that and get it like something better. എൻ്റെ അത് കൊടുക്കണം. റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസർച്ച് ചെയ്യാത്ത ഒരു ആർട്ടിസ്റ്റിൻ്റെ 5 പാട്ട് എടുത്തു കഴിഞ്ഞാൽ 5 പാട്ട് ഒരേപോലെ ഇരിക്കും. ട്രൂ. അത് ഇപ്പം എൻ്റെ കുറച്ച് ട്രാക്കുകൾ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. സ്റ്റിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇപ്പം ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ട്, പുതിയ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ്. ഈ റിസർച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ ചാലഞ്ചിങ് ആയിട്ടൊരു ഫേസ് ആയിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? 100%. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. ബിക്കോസ് ഒന്നാമത്തെ റീസൺ, ഹൗ ടു റാപ്പ് ഇൻ മലയാളം എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു മാങ്ങയും കിട്ടത്തില്ല. ഇംഗ്ലീഷിൽ എങ്ങനെ റാപ്പ് ചെയ്യാന്നുള്ളതേ ആളുകൾ പറഞ്ഞു തരുള്ളൂ. സോ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു മെൻറ്ററുണ്ട്, വിശാൽ ഭരതൻ എന്ന് പറഞ്ഞിട്ട്. ഷൗട്ട് ഔട്ട് ടു ദാറ്റ് ഹോമി. ഹീ ഈസ് ലൈക്ക് എ റിയൽ ജി. കോട്ടയം ബേസ് ചെയ്ത് നിന്നിട്ട് കോട്ടയത്ത് നിന്ന് പുള്ളി ഓൾറെഡി കഴിഞ്ഞൊരു 3 വർഷം കൊണ്ട് തന്നെ 60 റാപ്പേഴ്സിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. റാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത്. അറ്റ്ലീസ്റ്റ് that's a top G man, top G. ടോപ്പ് ജി. പുള്ളി റിസർച്ച് ചെയ്ത് എലമെന്റ്സ് പറഞ്ഞു കൊടുത്ത് റാപ്പേഴ്സിനെ ഉണ്ടാക്കി. പുള്ളിക്കൊരു ഗ്യാങ് ഒക്കെ ഉണ്ട്, കോട്ടയം ടൗൺ ഗ്യാങ്. ചുമ്മാ സീന അവന്മാരെല്ലാം എനിക്ക് തോന്നുന്നു 10-20 പിള്ളേരെങ്ങാണ്ടുണ്ട്. പുള്ളി വെറുതെ അവിടെ ഇരുന്ന് ആളുകളെ കൊണ്ടുവന്ന് പറഞ്ഞു കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത്. സോ ലൈക്ക് ഹീ ഈസ് ലൈക്ക് എ മെന്റർ ഫോർ മീ. ഞാൻ പുള്ളി എടുത്ത് വിളിക്കും, സംസാരിക്കും, ഇടയ്ക്ക് ചോദിക്കും, പുള്ളി അഭിപ്രായങ്ങൾ പറയും, പുള്ളി എലമെന്റ്സ് പറഞ്ഞു തരും, ആൻഡ് ഞാൻ ഇടയ്ക്ക് ചെറുതായിട്ട് റിസർച്ച് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. നൈസ്. ഈ എമിനം അതുപോലെ തന്നെ കാനിയ വെസ്റ്റ് ഇവരൊക്കെ റാപ്പിൻ്റെ ഒരു വേറൊരു സ്റ്റൈലിനെ കൊണ്ടുവന്ന ആൾക്കാരാണ്. അതൊക്കെ എപ്പോഴെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? Eminem has been always an inspiration for everybody, I guess, for every rappers in the universe. കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിനെ പറ്റി അറിയാവുന്നതിനെക്കാട്ടി നന്നായിട്ട് എമിനത്തിൻ്റെ ജീവിതത്തിനെ പറ്റി അറിയാം. എനിക്ക് മാത്രമല്ല, എമിനത്തിൻ്റെ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും. ഈ പറയുന്നത് പോലെ എമിനം ഹാസ് ബീൻ എ വെരി ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ഫോർ എമിനം. പുള്ളിയുടെ ഒരു ഫ്ലോ ഉണ്ട്. നമ്മളെല്ലാവരും ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബാർ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് അടുത്ത ബാർ എഴുതി അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം ലൈക്ക് 2 ബാർസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫില്ല് ചെയ്യും, താത്ത താത്ത, അടുത്ത് ഇപ്പുറത്ത് വരുമ്പോ താത്ത താത്ത, അങ്ങനെ വരുന്നത്. പുള്ളി എങ്ങനെ ചെയ്യുന്നറിയാം, താത്ത 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 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് അത് പുള്ളിയുടെ ഒരു ഫ്ലോ ആണ്. ആൻഡ് പീപ്പിൾ ലവ് ദാറ്റ്. ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ താത്ത എക്സാമ്പിൾ എത്രത്തോളം ആളുകൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സ്റ്റിൽ പുള്ളിയുടെ ഒരു യുണീക്ക് ഫ്ലോ ഉണ്ട്, അത് ആളുകൾക്ക് ഇഷ്ടമാണ്. കാനിയുടെ പേര് പറഞ്ഞാൽ ശരിയാകത്തില്ല. കാനിയെ ഈസ് എ ഗുഡ് ആർട്ടിസ്റ്റ്. പീപ്പിൾ ലവ് കാനിയെ മാൻ, പീപ്പിൾ ലവ് കാനിയെ. പുള്ളി ഒരുപാട് ട്രാക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിൽ എ ലെജൻഡ്. എവർഗ്രീൻ ട്രാക്കുകൾ ഒരുപാട് എടുക്കുന്നുണ്ട് പുള്ളി. എനിക്ക് എമിനമിൻ്റെ കേസിൽ ജസ്റ്റ് ലൈക്ക് യു മെൻഷൻഡ്, എമിനമിൻ്റെ ജീവിതവും സ്റ്റോറിയും സംഭവിച്ച കാര്യങ്ങളും അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു പോയിന്റും ലോകത്തിൽ എല്ലാവർക്കും അറിയാം. ബിക്കോസ് ഈ എക്സ്പ്രസ്ഡ് ഹിംസെൽഫ് ത്രൂ ദ വേർഡ്സ്, ജസ്റ്റ് ലൈക്ക് യു സെഡ്. ഡോക്ടർ ഡ്രേ എന്ന് പറയുന്നൊരു മ്യൂസിക് പ്രൊഡ്യൂസറുണ്ട്, ആർട്ടിസ്റ്റ്. ഡ്രേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് പുള്ളി ഈ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് പുള്ളി ഹിപ്പ് ഹോപ്പ് ഫുള്ള് ബ്ലാക്സ് ആയിരുന്നു, ബ്ലാക്സിൻ്റെ ഒരു സീനായിരുന്നു. ഫുള്ള് കറുത്ത വംശജരായിരുന്നു ഹിപ്പ് ഹോപ്പ് സീനിലുണ്ടായിരുന്നത്. ഒരു വെളുത്ത പയ്യൻ വന്നിട്ട് ചുമ്മാ പാടി ഒരു സാധനം അയച്ചു കൊടുത്തിട്ട് ഡ്രേയുടെ കിളിയൊക്കെ പോയി. ഡ്രേ മറ്റേ ഇത്
വൈറ്റ് ബോയ് സാങ് ദാറ്റ്, ആ ഒരു മൂഡായിരുന്നു. പുള്ളി മറ്റേ ഒരു വെളുത്ത പയ്യനാണ് ഈ സാധനം ചെയ്തത്, വൈറ്റ് ബോയ് എന്നുള്ള സാധനം. എനിക്കറിയത്തില്ല മലയാളത്തിൽ എങ്ങനെ കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് white എന്നുള്ളത് പറയാൻ. എനിക്ക് തോന്നുന്നു ഗള്ളി ബോയൊക്കെ ഇന്ത്യയിൽ ആ ഒരു കൺസെപ്റ്റിനൊക്കെ ഒരു ഭയങ്കര രസമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള മൂവിയൊക്കെയാണ്. മലയാളത്തിൽ അങ്ങനെ ഒരു പടം വേണം. തീർച്ചയായും. പ്ലീസ് ആരെങ്കിലും ഫിലിം മേക്കേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ അതേപോലൊരു പടം കൊണ്ടുവരും. തീർച്ചയായും കൾച്ചറിനെ സംഭാവന ചെയ്യും. ആ ഗള്ളി ബോയൊക്കെ വന്നതിന് ശേഷം ഹിന്ദിയിലെ ഹിപ്പ് ഹോപ്പ് കൾച്ചറൊക്കെ ടുക്ക് ഓഫ് മാൻ. ഒരുപാട് ആളുകൾ റാപ്പ് കേൾക്കാൻ തുടങ്ങി. പുള്ളി ഡിവൈൻ്റെ ഒക്കെ സീൻ വിട്ടുപോയി. ആ ഗള്ളി ബോയ് സിനിമയിൽ മെൻഷൻ ചെയ്യുന്ന ഡിവൈൻ്റെ ഒക്കെ സീൻ വിട്ടുപോയി. പുള്ളിയൊക്കെ വേറെ മൂഡായി. അതെ അതെ. അപ്നാ ടൈം ആയേഗാ, ടൈം ആയേഗാ, തൂ നംഗായി തോ ആയേഗാ, ഗണ്ടാലേക്ക് ചായേഗാ. രസമായിരുന്നു അത്. Such an amazing movie. Everyone should watch it. It's very inspirational. അതും 8th മൈലും കുറേ പടങ്ങളുണ്ട്. കുറേ പടങ്ങളുണ്ട്. I think അതുപോലെ തന്നെ ഇൻസ്പിറേഷൻ ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ അദ്വൈതിൻ്റെയും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ? അതെ അതെ. Chokli, as a rapper, how are you growing? How things are going for you now? Things are going pretty very well for me these days. എനിക്ക് തോന്നുന്നു ഹസിൽ പേ ഓഫ് ചെയ്യുന്നുണ്ട് മാൻ. കുറേച്ചേ ആണെങ്കിലും. ആൻഡ് ലിസൺ ടു ദിസ്, ഗ്രോത്ത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഉണ്ടാവേണ്ട സാധനമല്ല. നിങ്ങൾ ചെയ്തു തുടങ്ങുന്നു, നിങ്ങൾ ഗ്രോ ആവുന്നു, നിങ്ങളൊരു വൻമരമാവുന്നു. അതല്ല ഗ്രോത്ത്. നിങ്ങൾ ഈ വൻമരമാവുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെറുതായിട്ട് കായൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും, വാടിപ്പോവും, നിങ്ങളുടെ കായകളൊക്കെ താഴെ വീഴും, പിന്നെ നിങ്ങൾ വളരും. നമ്മൾ എത്രത്തോളം വളർന്ന് വരുന്നോ അതിനൊരു ഡൗൺഫോൾ ഉണ്ടായിരിക്കും. ആൻഡ് ഇത് നമ്മൾ പയ്യെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ താഴോട്ട് വീഴുമ്പോൾ നമുക്ക് താഴെ ഒരു സ്റ്റെപ്പ് കാണും പിടിച്ചിരിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് താഴോട്ട് വീഴും. ഇറ്റ്സ് ലൈക്ക് ഗ്രോത്ത് വളരെ പതിയെ പോകേണ്ടൊരു സാധനമാണ്. പതിയെ വളരണം. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് ഒരു 4 years ആയി. ഓക്കെ. ഇന്ന് ഞാനൊരു ട്രാക്ക് ചെയ്ത് ഹിറ്റാകുക, ഒരു പാട്ട് ഞാൻ ഇറക്കി, എല്ലാവരും കേട്ട്, കേരളത്തിലുള്ളവരെല്ലാം കേട്ട്. നാളെ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും കാറിലേക്ക് ഇരുന്ന് കേൾക്കുക. 1 മാസം കഴിയുമ്പോൾ ആ ട്രാക്കിൻ്റെ കാര്യം എല്ലാവരും മറക്കും. ദാറ്റ്സ് നോട്ട് വാട്ട് വി വാണ്ട്. നല്ലൊരു സാധനം, നല്ല കുറച്ച് ട്രാക്കുകൾ ചെയ്യുക, ആളുകൾ പതിയെ റെക്കഗ്നൈസ് ചെയ്യുക, പതിയെ എല്ലാവരിലേക്കും എത്തുക. പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ചിക്കിളിയാണ്. ചൊക്ലിക്കും ചിക്കിളിയാണ് ബുദ്ധിമുട്ട്. എല്ലാവർക്കും ചിക്കിളിയാണ് ബുദ്ധിമുട്ട്. Chokli is also looking for some chickli. പ്രൊഡ്യൂസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും. എപ്പോഴെങ്കിലും പാളിപ്പോയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ? അതായത് ഇങ്ങനെ റാപ്പിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ എന്തെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. എനിക്ക് പിന്നെ ഈ നാണവും മാനവും അന്തസ്സും അഭിമാനവും ഒന്നും ഇല്ല പണ്ട് തൊട്ടേ. അതുകൊണ്ട് ഞാൻ ഈ എവിടെ വീണടം വിഷ്ണു ലോകം എന്ന് പറയുന്ന ഒരാളാണ്. എവിടെ വീഴുന്നോ അവിടെ കിടന്ന് കൈയിട്ടടിക്കും. പാളിപ്പോയിട്ടുണ്ട്, സൂപ്പറായിട്ടൊക്കെ പാളിപ്പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഹൈപ്പറാന്ന് പറഞ്ഞില്ലേ, റാപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്തൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ അടുത്ത് ഞാൻ ഇതേപോലെ സ്റ്റേജിൽ ക്രിസ്മസ് ആയിരുന്നല്ലോ, കരോളിന് വേണ്ടിയിട്ട് നമുക്ക് കോമ്പറ്റീഷനാണ്, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കോമ്പറ്റീഷനാണ്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ക്ലാസ്സിൽ 20 പിള്ളേരേ ഉള്ളൂ. അതിൽ ഇച്ചിരി കുരുപ്പ് കൂടുതൽ എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനായിരുന്നു ക്രിസ്മസ് പാപ്പ. ഞാൻ സ്റ്റേജിൽ കയറി, ആദ്യം തന്നെ സ്പീക്കർ ഓഫായി. ഞാൻ പിന്നെ ഇങ്ങനെ കൈവച്ച് കാണിച്ച് സ്പീക്കറിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ കാണിച്ച്, അപ്പം അത് അവിടെ കയ്യടിയായി, വർക്കായി. പക്ഷെ മച്ചാനെ എല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം ഞാൻ കുറേ ഡാൻസൊക്കെ കളിച്ച് ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ പാൻറ് ഊരിപ്പോയി സ്റ്റേജിൽ. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. പിന്നെ ഒരു ഉപയോഗം മാസ്ക് ഉണ്ടായിരുന്നല്ലോ പാപ്പാനിക്ക്, അതുകൊണ്ട് ആരും അറിഞ്ഞില്ല. പിന്നെ ഞാൻ നൈസായിട്ട് കുറേ പോയി ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഇപ്പുറത്ത് വന്ന് അവരൊക്കെ എന്ന അവരൊക്കെ എന്ന പുറത്ത് ഇങ്ങനെ ചോദിച്ചു, ആരോ ഡാൻസ് കളിച്ചിട്ട് പാൻറ്റൊക്കെ ഊരി പോയെന്ന് കേട്ടല്ലോ, ആരായിരുന്നു ചോദിച്ചു. അങ്ങനെ അത് മാനേജ് ചെയ്തു. പിന്നെ അത് ഞാൻ പറഞ്ഞു, എന്ത് പറ്റിയാലും നമ്മളത് മാനേജ് ചെയ്യും. പാട്ടൊക്കെ പാടി ഒരുപാട് സ്ഥലത്ത് പോയി നിന്നിട്ട് ഫ്രീ സ്റ്റൈൽ ചെയ്യാം. ഇപ്പം വലിയ സീനില്ല. ഇപ്പം എനിക്ക് പറ്റില്ല എന്നൊരു സാധനം ഞാൻ മെൻ്റലി ഓക്കെ അല്ല, കാരണം അത്രയും മെൻ്റൽ റാം വേണ്ട പരിപാടിയാണ്. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഓക്കെ, ഐ എം നോട്ട് ഡൂയിങ് വെൽ, അല്ലേ തന്നെ എന്തെങ്കിലുമൊക്കെ വരും. ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസ് അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ ഇപ്പം അടുത്ത് ആഫ്റ്റർ യു ഗെറ്റിംഗ് റെക്കഗ്നൈസ്ഡ് ബൈ അതർ പീപ്പിൾ എന്തൊക്കെയായിരുന്നു? ഐ മീൻ ഐ നോ ആ ഗ്രോയിങ് ഫേസിൽ എന്തായാലും ഒരുപാട് ചാലഞ്ച് അദ്വൈത് ഫേസ് ചെയ്തിട്ടുണ്ടാകും. അതിന് ശേഷം ചോക്ലി ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചാലഞ്ചിങ് ഫേസ്. ഞാൻ പൊതുവേ പോയിട്ട് ഈ പ്രായം അതാണല്ലോ, നമ്മളൊരു ഏജ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പോയി കുത്തിയടിച്ച് എവിടെയെങ്കിലുമൊക്കെ വീണ് പരുവൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പഠിക്കും, ഇങ്ങനെ പോയാൽ വീഴാൻ പാടില്ല. സോ നെക്സ്റ്റ് ടൈം നമ്മൾ നല്ല രീതിയിൽ നടക്കും. നല്ലൊരു പ്രായം എത്തുമ്പോഴാണ് പൊതുവേ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർക്കൊക്കെ ഇച്ചിരി ബോധം വന്ന് തുടങ്ങുന്നത്, എനിക്ക് വീഴാൻ വയ്യ,
അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വീണിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് എക്സ്പീരിയൻസ് ചോദിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു വീഴ്ചയുടെ ആഘാതം, നടുവും തല്ലിയാണോ വീണത്, നിങ്ങൾ വീണതുപോലെയൊക്കെ വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റും, വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം. സോ ഞാൻ മാക്സിമം നമ്പർ ഓഫ് അഡ്വൈസസ് ആളുകളുടെ കയ്യിൽ നിന്ന് എടുക്കും. അപ്പോൾ ഈ വീഴ എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. അതെ അതെ, അല്ലാതെ ഞാൻ കടന്ന് വീഴുന്ന കാര്യമല്ല പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊരു മെറ്റഫറായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പം ഇതേപോലെ ഞാൻ ആളുകളുടെ അടുത്ത് ചോദിക്കും. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നിങ്ങളൊരു കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കരിയർ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് 100,000 ഡിസ്ട്രാക്ഷൻസ് വരും. 100,000 ഡിസ്ട്രാക്ഷൻസ് വരും. യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ സ്റ്റഫ്. ഒരുപാട് കാര്യങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. ലവ് ഓർ കരിയർ ഓർ ഓർ യുവർ പാഷൻ, ഒരുപാട് കാര്യങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. പേരൻസ്, ഒരുപാട് എലമെൻറ്റ്സ് അതിൻ്റെ അകത്ത് വരും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. എവിടെ നിങ്ങൾ വിട്ടുകൊടുക്കുന്നോ അവിടെ നിങ്ങളെ തോൽവിയായിരിക്കും. ഡോണ്ട് ഡൂ ദാറ്റ്. നിങ്ങൾക്ക് ഒരുപാട് ആവശ്യം വരും, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ഡോണ്ട് ഡൂ ദാറ്റ്. എൻ്റെ കറണ്ട് ഫേസിൽ ഞാനൊരു മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം വിദ്യാർത്ഥിയാണ്. നിലവിൽ ക്ലബ് എഫ് എമ്മിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഐം ഗുഡ് വിത്ത് ടോക്കിംഗ്, ഞാൻ പറഞ്ഞല്ലോ. സോ എനിക്കതിഷ്ടമാണ്. സോ ഇപ്പം എനിക്ക് നിലവിൽ ചൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട്. എന്ത് ചെയ്യും? റാപ്പറായിട്ട് തന്നെ മുമ്പോട്ട് പോകണോ? സ്റ്റെബിലിറ്റി ഇല്ല, സ്ഥിരതയില്ല. വിനയ് ഫോർട്ടൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ 30 ദിവസം ഷൂട്ട് കാണുള്ളൂ. 30 ദിവസം കഴിഞ്ഞ് എപ്പോഴാണ് അടുത്ത ഷൂട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എനിക്ക് ചിലപ്പം വല്ലപ്പോഴും വർക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത വർക്ക് വരുന്ന എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ വർക്ക് ചെയ്യാൻ നല്ല രസമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരതയുള്ളൊരു ജോലി ചെയ്യാം. ഇപ്പം ആ ഒരു ഡിലേമയിലാണ് ഞാൻ. സോ അത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. പേഴ്സണലി അതിൻ്റെ അകത്ത് അഡ്വൈസ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല ഞാൻ നിൽക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയും, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഡു വാട്ട് മേക്സ് യു ഹാപ്പി. ആൻഡ് ഇതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. കാരണം എല്ലാവരുടെ സിറ്റുവേഷൻ ഒരേപോലെ അല്ലല്ലോ. ഞാൻ കുറച്ച് കാലം മുമ്പ് ഒരു ബായിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബംഗാളിയാണ്. ആളുടെ പേര് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത്തിക്കൂർ എന്ന പുള്ളിയുടെ പേര് പറഞ്ഞത്. ഐ ഡോണ്ട് നോ വാട്ട് ദാറ്റ് മീൻസ്. ജിമ്മിൽ വെച്ച് പരിചയപ്പെട്ടെ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിൻ്റെ അടുത്തുള്ള ജിമ്മിൽ വെച്ച് പരിചയപ്പെട്ടെ. പഠിക്കാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. +2 വരെ പഠിച്ചു, അപ്ലൈ ചെയ്തു. 90% മുകളിൽ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത്തിക്കൂറിന് പഠിക്കാൻ പറ്റില്ല. അത്തിക്കൂറിനേക്കാൾ മാർക്ക് കുറഞ്ഞ ആളുകൾ പോയി ഈ പറയുന്ന പോലെ എഞ്ചിനീയറിങ്ങിനും ഡോക്ടറിനും ഒക്കെ പഠിക്കാൻ പോയി. MBBS ഒക്കെ പോയി ജോയിൻ ചെയ്തു. അത്തിക്കൂർ 1 വർഷത്തേക്ക് കേരളത്തിൽ പണിക്ക് വന്നതാണ്, തിരിച്ചു പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കേരളത്തിൽ വന്ന് പണി തുടങ്ങിയപ്പോൾ അവൻ്റെ കുടുംബത്തിനെ നോക്കേണ്ടി വന്നു. അവന് പഠിക്കാൻ പറ്റിയില്ല. ഇപ്പോഴും എൻ്റെ അവൻ്റെ കോണ്ടാക്റ്റ് ഉണ്ട്. അവൻ സ്റ്റിൽ ഒരു നല്ല യൂണിവേഴ്സിറ്റി പോവുക എന്നുള്ളത് അവൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എവിടെയും പോകണ്ട, നേരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈവീശി നടന്നാൽ മതി. എനിക്ക് ഒരുപാട് ആളുകൾ അറിയാം പഠിക്കാൻ സാഹചര്യം കിട്ടിയിട്ടും സപ്ലികൾ മേടിച്ച് കൂട്ടുന്നത്. ആൻഡ് അവർക്കതല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് മറ്റെന്തോ ആണ്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ അത്യാവശ്യം സപ്ലികളുള്ളൊരു വിദ്യാർത്ഥിയുണ്ട്. അവൻ നന്നായിട്ട് വീഡിയോ എടുക്കും, നന്നായിട്ട് വീഡിയോഗ്രാഫി ചെയ്യും, നന്നായിട്ട് ക്യാമറ പിടിക്കും. അവൻ്റെ വീട്ടുകാർ അവനെ അതിന് പറഞ്ഞു വിട്ടായിരുന്നെങ്കിൽ അവൻ ഈ ടൈം കൊണ്ട് മിനിമം ഒരു ഏടിയെങ്കിലും ആയനെ. എന്താണോ നിങ്ങളുടെ അഭിരുചി അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, അതിനനുസരിച്ച് മുമ്പോട്ട് പോവുക. അതിനുള്ളൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഫൈറ്റ് വിത്ത് യുവർ ലൈഫ് മാൻ, ഫൈറ്റ് വിത്ത് യുവർ ലൈഫ്, ഫൈറ്റ് ടിൽ യു ഡൈ. True, I agree that. I think finding that one point, that one thing that makes you who you are, gives you all the pleasure in the world. Passion, I used to say that passion is actually for losers, but obsession is for winners. നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതുമായി ഒബ്സസ്ഡ് ആയിരിക്കണം. ഞാൻ ലൈക്ക് പേഴ്സണലി കുറച്ച് ആളുകളുടെ കൂടെ നടന്നിട്ടുണ്ട് ഒരു ചെറിയ പ്രായത്തിൽ, ഒരു 16-17 വയസ്സുള്ള സമയത്ത്. ആൻഡ് അതിൽ പല ആളുകളും ഇന്ന് വളരെയധികം സക്സസ്ഫുള്ളായി. ഇവരിലൊക്കെ ഞാൻ കണ്ടുവന്നൊരു പാറ്റേൺ, ഇവർ വേറൊന്നിനെയും പറ്റി സംസാരിക്കില്ല. അവരെന്താണോ ചെയ്യുന്നത്. ഇപ്പം ഒരു മ്യൂസിഷ്യൻ ഉണ്ടായിരുന്നു, പുള്ളി ഇന്ന് ഭയങ്കര സെറ്റപ്പായി. ഐ ഫ്രീക്കിൻ റെസ്പെക്ട് ആൻഡ് ലവ് ദാറ്റ് പേഴ്സൺ. പുള്ളി എപ്പോഴും എൻ്റെ അടുത്ത് മ്യൂസിക്കിനെ പറ്റി മാത്രമേ സംസാരിക്കുള്ളായിരുന്നു. ഐ ന്യൂ എ പേഴ്സൺ ഹു വാസ് എ വ്ലോഗർ. ഐ റെസ്പെക്ട് ഹിം ടു. ഇന്ന് പുള്ളി വലിയ നിലയിലെത്തിയിട്ടുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് സംസാരിക്കുമ്പം വ്ലോഗ് എപ്പോഴും വരും, അടുത്ത വ്ലോഗ് എപ്പോഴാണ് എന്നുള്ളത് മാത്രമേ സംസാരിക്കാറുള്ളായിരുന്നു. ആൻഡ് that obsession gave him everything he wanted. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ ഒബ്സസ്ഡ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് യൂണിവേഴ്സും മാങ്ങാത്തിരിയൊന്നും കൊണ്ടു തരത്തില്ല. പക്ഷെ നിങ്ങൾ അവിടെ ചെല്ലും. കറക്റ്റ്. അത് നിങ്ങൾ തന്നെ ചെല്ലും. Yeah, there is a famous quote. I mean, just like you mentioned, there is a famous quote Alchemist പറയുന്നത്, when you truly genuinely wants to achieve something, the whole universe will conspire in helping you achieving it.
ഈ യൂണിവേഴ്സ് മൊത്തം നിങ്ങൾക്ക് വേണ്ടി അതിന് തയ്യാറെടുക്കുന്നതാണ് പറയുന്നത്. ഐ തിങ്ക് അറ്റ് സം പോയിന്റ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മളെ പാഷൻ കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ അതിന് വേണ്ടി പൊരുതി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളെ ചുറ്റുമുള്ളവരൊക്കെ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പോൾ ക്ലബ് ഓഫ് ഫാമിലിക്ക് മാഹി മച്ചാൻ നിങ്ങൾ ആ സ്റ്റോറി യെസ്. എൻ്റെ നിലവിൽ ഞാൻ ഈ ഒരു നീശ തുടങ്ങാൻ കാര്യം, ഈ പെട്ടെന്ന് 3 വാക്ക് പറഞ്ഞ നീശ തുടങ്ങാൻ ഒരു റീസൺ മാഹി മച്ചാനാണ്. 2022 എനിക്ക് 18 വയസ്സുള്ള സമയത്ത് ഞാൻ മാഹി മച്ചാനെ പരിചയപ്പെടുന്നത് IFFK ഫിലിം ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. മാഹി മച്ചാൻ ഒരു സൈഡിൽ നിൽപ്പുണ്ട്. ഞാൻ ആളുടെ അടുത്തോട്ട് നേരെ ഇങ്ങനെ ചെന്ന് എന്നിട്ട് ഇങ്ങനെ കൈ കൊടുത്ത്, അപ്പോൾ ആളിങ്ങനെ ഫോർ ഇൻട്രസ്റ്റ് മാഹി മച്ചാൻ ഈസ് എ ഫേമസ് വ്ലോഗർ, പുള്ളി ട്രിവാൻഡ്രത്തൊരു ആർജയാണ്, ഇങ്ങനെ കൈ കൊടുത്ത്. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇങ്ങനെ കൈ ഇങ്ങനെ വിറച്ച് കാണിച്ച്. പുള്ളി എന്താ വേറെ മാഹി മച്ചാനല്ലേ എന്ന് ചോദിച്ചാൽ പുള്ളി അതെ ആരാണ്? ഞാൻ പറഞ്ഞു ചൊക്ലി. ചൊക്ലി അതെന്താ നിനക്ക് അങ്ങനെ ഒരു പേര്? പറഞ്ഞു ഞാൻ റാപ്പറാണ്. ആണോ ബാ. ഫസ്റ്റ് ഇൻട്രാക്ഷൻ 10 സെക്കൻഡേ ഉള്ളൂ പരിചയപ്പെട്ടിട്ട്. അപ്പോഴേ വിളിച്ചകത്തുകൊണ്ടുപോയി. അകത്ത് IFFKയിൽ അവർക്കൊരു സ്റ്റുഡിയോ ഉണ്ട്, അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഒരു ബൈറ്റ് എടുത്തു. ബൈറ്റ് എടുത്തിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞു. എൻ്റെ ഒരു അന്ന് ഞാൻ ചെയ്തു വെച്ചൊരു ട്രാക്ക് ഉണ്ടായിരുന്നു, അറിവുകളരുളിയ ചാവല്യം ഞാൻ വളർന്നെത്തി കൗമാരം എന്ന്. ആ സാധനം ഞാൻ പാടി, പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. ആ സോങ് അത് ആക്ച്വലി ബീറ്റ് ഇടട്ടെ, എൻ്റെ സ്വന്തം ബീറ്റാണ്, സോ നോ ഇഷ്യൂസ്. ഇത് ആക്ച്വലി ഞാൻ റിലീസ്ഡ് ആണ്. ഫീനിക്സ് എന്നാണ് ഈ ട്രാക്കിൻ്റെ പേര്. ഇത് ഞാൻ നേരത്തെ ഗ്രോത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ ഗ്രോത്തിനെ പറ്റിയിട്ടുള്ളൊരു സോങ് ആണ്. സോ മെറ്റഫറിക്കലി ഒരാളുടെ ചിറകാണ് അയാളുടെ വളർച്ച. ആൻഡ് ആ ചിറക് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ഒരാളുടെ ചിറക് നഷ്ടപ്പെടുന്ന കഥയാണ് പറയുന്നത്. പിന്നീട് ആ ചിറക് കിട്ടിയ അയാൾ ഫീനിക്സ് ആയിട്ട് പറക്കുന്നതായിട്ടും. സോ ഇറ്റ് ഗോസ് റെഡി. ഒന്ന് മൈക്കിലേക്ക് വെച്ചോട്ടാ. നൈസ്. അറിവുകളരുളിയ ചാബല്യം ഞാൻ വളർന്നെത്തി കൗമാരം വളർന്നെത്തി ഭൂമി നേരെ കാലിൻ കീഴെ പാതാളം ഞാൻ വലിച്ചിട്ടതും കുടിച്ചിട്ടതും കിതച്ചിട്ടതും ദുശീലം വലിച്ചിട്ട് ഞാൻ നശൂലം അത് കഴിച്ചിടുന്നു മൃഷ്ടാനം മടി പറഞ്ഞിടുമൻ പഞ്ചാംഗം പല വഴിക്കായി തൻ സഞ്ചാരം വഴികളിലെല്ലാം കളിച്ചോടി പല മതിൽ ചാടി ഞാൻ കിതച്ചോടി അടവുകളെല്ലാം അകത്താക്കി ഞാൻ വെറും ഒരു ചെമ്മീൻ കരിക്കാടി ചിറകുകൾ എൻ്റെ തനിച്ചായി അതും തേടി ഞാൻ കടൽ താണ്ടി ചിറകിൻ പത്തി തപ്പിപ്പോയി അറിവിൻ കട്ടി കിട്ടിപ്പോയി നദി തന്നരികിൽ പറ്റത്തായി കരതൻ മടിയിൽ മുറ്റത്തായി നൃത്തം വെച്ചത് തിത്തത്തൈ ഞാനൊരു മുട്ടൻ വൃക്ഷത്തൈ അറ്റിട്ടിട്ടും മുട്ടിട്ടായി പൊട്ടി വളർത്തിയ കുട്ടിത്തൈ ഫീനിക്സായി 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 പറന്ന് ഞാൻ ഫീനിക്സായി പറന്ന് ഞാൻ മാനം മീതെ പടർന്ന് 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 ഞാൻ വാരിക്കൂട്ടി ജയിച്ചതാ ചിറകുകൾ എൻ്റെ ശയിച്ചതാ പടവുകളെല്ലാം തെളിച്ചതാ തലവരെ എന്നോട് കിളിച്ചതാ അരികിലെ അരിമകൾ അരളിയ വരികളെ കളകളം എഴുതിയ തുരയും നുരയും പതയും താങ്ങി വരികളിൽ അരളിയ അരുവിയിൽ ഒരു പിടി മണ്ണും പൊന്നും മന്നം വാരി അന്നെന്നോ ഞാൻ കൊമ്പത്തെത്തി അക്ഷരം എന്നോട് തുമ്പത്തായി ഔഷധമല്ലിത് കൂടത്തായി സമ്പത്തായി കൊമ്പത്തായി ഫീനിക്സായി കെട്ടിയ വെട്ടിലെ ചങ്ങലയെല്ലാം പൊട്ടിച്ചോടി കിട്ടിയ വായിൽ വേദം മോദി ആളുകളൊക്കെ ഓടിക്കൂടി കഥകൾ കഴിവിൽ കവിതകളായി പലതരം അവരുടെ എണ്ണം കൂടി കേട്ടൊരു പാടിൽ കൂടെ പാടി അവരിൽ ചിലരോ തുള്ളിച്ചാടി പയ്യം പണ്ടൊരു പിത്തക്കാടി നെഞ്ചത്തായി അവയുടെ 50 തൂവലുമായി പല നിറമുള്ളത് വർണ്ണപ്പായി എന്നോട് ചിറകത് സ്വർണ്ണപ്പായി മന്ത്രപ്പായിൽ വന്ന താനായി രക്തം ഉള്ളിൽ കത്തിപ്പോയി എത്തിപ്പോയി നിർത്തിപ്പോയി അലസതയുള്ളിൽ കത്തിപ്പോയി ഫീനിക്സായി 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 പറന്ന് ഞാൻ മാനം മീതെ പടർന്ന് ഞാൻ ഫീനിക്സായി പറന്ന് ഞാൻ മാനം മീതെ പടർന്ന് ഞാൻ ഫീനിക്സായി പറന്ന് ഞാൻ മാനം മീതെ പടർന്ന് ഞാൻ പൊട്ടി വളർത്തിയ ചിറകിൽ നിന്നും ഫീനിക്സായി പറന്ന് ഞാൻ. What the fish. Lovely. ഈ സോങ് ആയിരുന്നു ഞാനന്ന് മാഹി മച്ചാന് വേണ്ടി പാടിയത്. ഈ സോങ് പാടിക്കഴിഞ്ഞു സ്റ്റുഡിയോ ഇരിക്കുക, അകത്ത സ്റ്റുഡിയോയിൽ ചെറിയ സെറ്റപ്പിൽ. പുള്ളി എൻ്റെ അടുത്ത് എടാ ഇത് 2 പാടപ്പം തന്നെ എൻ്റെ നാക്ക് സ്നിക്കോച്ചിയായി. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ ഇത് വല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്ന് 3 വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് പാട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞു. 3 വാക്ക് പറഞ്ഞ് അപ്പം അന്ന് ഇത്രയും അടിപൊളി ഗെയിമൊന്നുമില്ല. ഒന്ന് പാടും, കുഴപ്പമില്ല. പാടും മീൻസ് റാപ്പ് ചെയ്യും, കുഴപ്പമില്ലാതെ റാപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ കുഴപ്പമില്ലാതെ ഒരു സാധനം ചെയ്ത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കുറച്ച് കഴിഞ്ഞ് തപ്പി വന്ന് ഗ്രൗണ്ടിൽ ക്യാമറയുമായിട്ട് ക്ലബ് FM പേജിലേക്കാണ് ഫേസ്ബുക്ക് പേജിൽ നമ്മളിടുന്നത് ഒരു സാധനം. ഞാൻ പറഞ്ഞു നിങ്ങൾ 3 വാക്ക് പറ ഞാൻ പാടാന്ന് പറഞ്ഞു. 3 വാക്ക് പറഞ്ഞു. പടപടാന്ന് 3 വാക്ക് കേട്ട് അപ്പോഴേ ഒരു സാധനം പാടി.
പാടി മച്ചാൻ ഫ്ലാറ്റ്, ഓക്കെ, സാധനം സെറ്റായി. അത് കഴിഞ്ഞ് അപ്ലോഡായി. ഫേസ്ബുക്കിൽ വന്നപ്പം 2-3 ദിവസം കൊണ്ട് തന്നെ ആ വീഡിയോ 4 മില്യൺ വ്യൂസ് അടിച്ച് ഷൂ എന്ന് പറഞ്ഞ് ടേക്ക് ഓഫ് ആയി. പക്ഷെ കമൻറ്റ് ബോക്സ് തുറന്ന് നോക്കിയപ്പം ഫേസ്ബുക്ക് ആയിരുന്നല്ലോ, ഫുൾ സീൻ സാധനമൊക്കെ ആയിരുന്നു. പക്ഷേ ലൈക്ക് അന്ന് ഞാൻ തളർന്നില്ല. ബിക്കോസ് ഞാൻ ഫസ്റ്റായിട്ട് ആ സാധനം ചെയ്യുക, ഫസ്റ്റായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ ഫ്രീ സ്റ്റൈലായിട്ട് റാപ്പ് ചെയ്തിടുക. ആൻഡ് അന്ന് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന കമൻറ്റ് മൊത്തം ഫുൾ ഡൗൺ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ക്രിപ്റ്റഡാണ് എന്നുള്ള കമൻറ്റ് വായിക്കുമ്പോൾ ആക്ച്വലി എനിക്ക് സന്തോഷമാണ്. കാരണം അവർ വിചാരിക്കുന്നത് ഇങ്ങനൊരു സാധനം സ്പോട്ടിൽ ചെയ്യാൻ പറ്റില്ല എന്ന്. ആൻഡ് ഐ ഓൾറെഡി ഡിഡ് ദാറ്റ് മാൻ. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അടിപൊളിയായിട്ട് ഞാൻ ആ സാധനം ചെയ്തു. ആൻഡ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ്. പിന്നെ കുറേ ആളുകൾക്ക് ജെനുവിൻലി ആ സാധനം ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അത് മ്യൂസിക്കൽ എലമെൻറ്റ്സ് ഒന്നുമില്ല, അത് ജസ്റ്റ് നമ്മൾ ജാം ചെയ്ത് ഇങ്ങനെ പാടുന്നൊരു സാധനമാണ്. സോ പക്ഷെ 4 മില്യൺ വ്യൂസ് വന്ന് അതിൻ്റെ അകത്ത് 1-2-3 പേര് അത്യാവശ്യം റീച്ചൊക്കെയുള്ള മ്യൂസിഷ്യൻസൊക്കെ വന്ന് കമൻറ്റ് ചെയ്തു. ആൻഡ് അവർ വന്ന് കമൻറ്റ് ചെയ്തപ്പോൾ ദാറ്റ് മെയ്ഡ് മീ തിങ്ക് ദെയർ ഈസ് സംതിങ് ഇൻ ഇറ്റ്. പിന്നീട് ഞാനൊരു 6 മാസം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഡീആക്ടിവേറ്റ് ചെയ്തു. ഐ വെൻ ഫോർ എ റിസർച്ച്, എങ്ങനെ നമുക്കിത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും, എങ്ങനെ ഫ്രീ സ്റ്റൈലായിട്ട് റാപ്പ് ചെയ്യുന്നത്. ബിക്കോസ് 1 മിനിറ്റിന് അണ്ടറിൽ ഒരാളെ പരിചയപ്പെട്ട് അയാളുടെ അടുത്തുനിന്ന് 3 വാക്ക് മേടിച്ച് ഇത് റാപ്പാക്കി കൊടുക്കണം. ആൻഡ് ഇതിൻ്റെ അകത്ത് കട്ട് വരാൻ പാടില്ല. കട്ട് വന്നാൽ ഇത് ഫേക്ക് ആണെന്ന് വരും. സോ കട്ട് വരാൻ പാടില്ല. സോ അതൊരു വളരെ 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 ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. സോ അത് ഞാൻ ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്ത്, ആൻഡ് മോസ്റ്റ് ഓഫ് ദ കേസസ് ഞാൻ റാൻഡമായിട്ട് ഇടിച്ച് കയറി ചെന്നിട്ട് ചോദിക്കത്തുള്ളൂ, ഗ്രൂം ചെയ്യാനൊന്നും നിൽക്കത്തില്ല. ഞാൻ കണ്ട് പരിചയപ്പെട്ടിട്ട് ഇതേപോലെ 3 വാക്ക് പറയണം എന്നൊന്നും പറയത്തില്ല. ഇടിച്ച് കയറി അങ്ങ് ചെല്ലും, 3 വാക്ക് പറയുമെന്ന് പറയും. അപ്പോഴേ സാധനം ബീറ്റ് ഇട്ടുകൊണ്ടായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ ഈ ബീറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 10-15 സെക്കൻഡ് കാണും. അതാണ് അവർക്ക് 3 വാക്ക് പറയാനുള്ള ടൈം. ഒരു എത്ര വാക്ക് പറയും, ചിലപ്പോൾ 1 വാക്കേ പറയത്തുള്ളൂ, ചിലപ്പോൾ ഫ്രീസ് ആയിട്ടിരിക്കും. അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ബീറ്റ് തുടങ്ങുമ്പോൾ ഞാൻ പാടി തുടങ്ങും, പാടിയിരിക്കും. ആൻഡ് ആ സാധനം ഇതേപോലെ ഔട്ടാക്കാൻ തുടങ്ങി. അത് പുറത്തിറങ്ങിയപ്പം പീപ്പിൾ വെയർ ജെന്യുവിൻലി വെരി ഇംപ്രസ്ഡ്. ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിലോട്ട് സ്വിച്ച് ആയപ്പോൾ മറ്റേ ചുരുളിയിൽ പാലം കിടക്കുന്ന സീനറിയാ, അതേപോലെ ആയിരുന്നു. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വന്ന പോലെ ആയിപ്പോയി. എല്ലാം നല്ല കമന്റ്, പോസിറ്റീവായിട്ട്. ഈ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അവിടെ വന്ന് തെറി വിളിച്ച ധനേഷ് VP ഇവിടെ വന്നിട്ട് തീയിട്ടിരിക്കുന്നു. ഇതെന്ത് പറ്റി, ഇങ്ങേർക്ക് ഇതെന്ത് പറ്റിയെന്നായിപ്പോയി. പിന്നീട് ഞാൻ എപ്പോഴും കണ്ടന്റ് ഒന്നും ചെയ്തില്ലായിരുന്നു. ഡിസംബറായി, ഫിലിം ഫെസ്റ്റിവൽ മസ്റ്റാണ്, ഫിലിം ഫെസ്റ്റിവൽ മിസ്സാക്കാൻ പറ്റില്ല. ഫിലിം ഫെസ്റ്റിവലിന് വന്നു, മായി മച്ചാൻ ഡയൽ ചെയ്ത് വിളിച്ചു, എവിടെയാ ചെയ്യാം. സോ ദ ഹോൾ ഐഡിയ ക്ലബ് FM ആണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്ന് തരുന്നത്. ക്ലബ് FM ആണ് ലൈക്ക് അമ്മ പാർട്ട് ഓഫ് ദാറ്റ് ക്ലബ് FM ഫാം. ചേട്ടൻ്റെ മക്കള് ചേച്ചിയുടെ മക്കൾ അങ്ങനല്ല, പക്ഷെ കല്യാണത്തിന് വരുന്ന മറ്റേ കുരുപ്പ് പിള്ളേരില്ലേ, അതായിട്ടെങ്കിലും ക്ലബ് FM ഫാം. ഇപ്പൊ റീസെന്റ് ആട്ടം മൂവിയുടെ പ്രൊമോഷൻ ആയിട്ട് ചെയ്തൊരു സോങ് ഉണ്ടല്ലോ, ആ ഒരു എക്സ്പീരിയൻസും അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഒരു ഷിഫ്റ്റും അതൊക്കെ എങ്ങനെയായിരുന്നു? അത് പറയാൻ ഇതിന്റെ ബാക്കി കഥ പറഞ്ഞാൽ മതി. അത് പറയാൻ ഇതിന്റെ ബാക്കി കഥ പറഞ്ഞത് ക്ലബ് FM ചെല്ലാം. അവിടെ എറണാകുളത്ത് ട്രിവാൻഡ്രത്ത് ഈ പ്രാവശ്യം ഫിലിം ഫെസ്റ്റിവലിൽ നിന്നപ്പോൾ മാഹി മച്ചാൻ വിളിച്ചെന്ന് പറഞ്ഞില്ലേ, ഒരു കണ്ടന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. അപ്പോൾ കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി വിളിച്ചു, ഒരു ക്യാമറമാൻ വന്നു, മാഹി മച്ചാൻ ഉണ്ടായിരുന്നു, പിന്നീട് RJ വിക്കി, RJ മാഹിൻ, RJ വിക്കി, പിന്നീട് ഒരു ക്യാമറമാൻ. നമ്മൾ 3 പേരോടെ നടന്നു. ആദ്യം കുറച്ച് പിള്ളേർ അവിടെ നിന്ന് അവരുടെ അടുത്ത് ചെന്നു, 3 വാക്ക് പറയാൻ പറഞ്ഞു. അവർ 3 വാക്ക് പറഞ്ഞ എന്തോ ഡിലേ ആയിപ്പോയി, കിട്ടിയില്ല, സാധനം അത്ര വെടിപ്പായില്ല. അപ്പം അത് ആക്ച്വലി അവർക്ക് ഓക്കെ ആയിരുന്നു. അപ്പം മായി മച്ചാൻ എൻ്റെ അടുത്ത് നോക്കി, എന്നിട്ട് മായി മച്ചാൻ എൻ്റെ അടുത്ത് പറഞ്ഞാടാ ഒരു സാധനം കൂടെ എടുത്താലോ, ഒരു സാധനം കൂടെ എടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും, നല്ലതായിരിക്കുമോ? അപ്പം ഞാനും പറഞ്ഞ എന്നാ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓൾറെഡി ഒരു ബൈറ്റ് കയ്യിലിരിപ്പുണ്ട്. ഈ ബൈറ്റ് കൂടാതെ അടുത്ത ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. നേരെ ചെന്നു, അവിടെ ഒരു ഓഫീസുണ്ട്, സംതിങ് മീഡിയ സെൽ, അതിൻ്റെ ഫ്രണ്ടിൽ നിന്നു. അവിടെ നിന്ന് കുറച്ച് പിള്ളേർക്ക് 3 വാക്ക് പറയാൻ പറഞ്ഞു. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അത് ക്ലബ് FM ആയിട്ട് ഒഫീഷ്യൽ കൊളാബറേഷൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. 3 വാക്ക് അവർ പറയുന്നു, അത് വെച്ച് റാപ്പ് ചെയ്യുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വീഡിയോ നിങ്ങൾക്ക് കാണും പറയാം. അതിൻ്റെ ബാക്കിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ സ്കൂട്ടറും ചാരി ഇങ്ങനെ നിൽപ്പുണ്ട്, വെറുതെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട്. എനിക്ക് ആ സമയത്ത് എന്തുവാന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആട്ടം പ്രീമിയർ നടന്നുകൊണ്ടിരിക്കുക ഫിലിം ഫെസ്റ്റിവലിൽ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ ഈ ചാരി നിൽക്കുന്ന മനുഷ്യനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്.
എനിക്ക് ആരാന്ന് അങ്ങോട്ട് ഫേസ് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ പാടി ഇതേപോലെ ഞാൻ പാടുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞ വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതേപോലെ പാടുന്നുണ്ട്. ഒരവസരം തരൂ, ഞാൻ ലൈറ്റ് വേണമെങ്കിൽ പിടിക്കാം, ട്രെയിൻ കയറി വന്നു, യുനോ ഇതേപോലെ സാറ ഇല്ല എൻ്റെ കൂടെ, ഗൗതം വാസുദേവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഇങ്ങനെ പാടുക. എനിക്കത് ഓർമ്മയില്ല, അപ്പോൾ വന്നത് പാടിയതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പം പിന്നീടാണ് ഞാൻ റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ പുറകിൽ ആ വീഡിയോയിൽ ഇപ്പോഴും കാണാം, ആ സ്കൂട്ടറും ചാരിയിരിക്കുന്നത് ആട്ടത്തിൻ്റെ ഡയറക്ടറാണ്, ആനന്ദ് ഏകാശിയാണ്. ആനന്ദ് ഏട്ടനായിരുന്നു. ആൻഡ് ആനന്ദ് ഏട്ടൻ വാസ് ലൈക്ക് പയ്യനെ വിളിക്കുമെന്ന് പറഞ്ഞ് കാണും. മേ ബി ഒരു ചേട്ടൻ വന്നു, ആ പടത്തിൽ തന്നെ മ്യൂസിക് സംതിങ് ചെയ്ത ആ ചേട്ടൻ വന്നു. ആ ചേട്ടൻ വിളിച്ചു. ആ ചേട്ടൻ വന്ന് വിനയ് ചേട്ടനെ കാണണമെന്ന് പറഞ്ഞു. വിനയ് ചേട്ടനോ? വിനയ് ചേട്ടൻ ആരാ? വിനയ് ചേട്ടൻ. നേരെ ചെന്ന് വിനയ് ഫോർട്ട് വിനയ് സാറ് വന്നിട്ട് കയ്യൊക്കെ തന്നിട്ട് മൊച്ചോനോ ആടിപ്പോള് ആടിപ്പോള്. ഞാനിങ്ങനെ ഇതെന്ത് സംഭവിക്കുന്നു ഇവിടെ, ഇപ്പം എന്താ ഉണ്ടായേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ താങ്ക് യു. അപ്പം വിനയ് സാർ ഇപ്പോൾ ഉണ്ട്, ആനന്ദേട്ടൻ ഇപ്പോൾ ഉണ്ട്, ആനന്ദ് ഏകാശി ഇപ്പോൾ ഉണ്ട്. അപ്പം ഡയറക്ടർ, ആക്ടർ, മെയിൻ ലീഡ് ആക്ടർ, ഇവർ രണ്ടുപേരോടെ വന്നിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും പറയുക. അപ്പോൾ ആനന്ദ് ഏകാശി സാറ് എൻ്റെ അടുത്ത് ഇതേപോലെ പടം കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വിനയ് സാറ് തന്നെ ഇതേപോലെ ആനന്ദ് ഏകാശി സാറിൻ്റെ അടുത്ത് പറയുന്നത്, ആ കണ്ടു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു പടം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഫുൾ എൻ്റെ കിളി പോയിരിക്കുക. അപ്പോഴത്തേക്കും പെട്ടെന്ന് വിനയ് ഫോർട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, മച്ചാനെ നമ്മുടെ പാടമില്ല ആട്ടം, അതിന് വേണ്ടിയിട്ടൊരു ഒരു സോങ് ചെയ്യാമോ, നമുക്കൊരു പ്രൊമോ സോങ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മറ്റേ പോയി. അപ്പം ഞാൻ അത് കഴിഞ്ഞ് മാഹി മച്ചാൻ്റെ അടുത്ത് ജസ്റ്റ് ചെന്ന്, മാഹി മച്ചാൻ്റെ അടുത്ത് മിണ്ടണ്ട, ഇപ്പൊ വിനയ് ഫോട്ടോയിട്ടൊക്കെ അല്ലേ കമ്പനി, ആയിക്കോട്ടെ. പാവം മനുഷ്യനാ. എനിക്ക് ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുന്ന 2-3 മനുഷ്യരാ. അപ്പം പുള്ളി പറഞ്ഞു, അങ്ങനെയാണ് ഈ ആട്ടത്തിന്റെ സാധനത്തിലേക്ക് എത്തുന്നത്. ആൻഡ് വന്നു. വിനയ് സാറിന് ഞാൻ രാത്രിയിൽ ഇതേപോലെ സാധനം എഴുതാൻ പറഞ്ഞു. ഞാൻ ഒരു 1 മണിയായപ്പോൾ റൂമിൽ ചെന്ന് 2 മണിയായപ്പോൾ സാധനം എഴുതി. കയ്യിലായി 8:30 മണിക്കൊരു ബസ് സുനിക്കുട്ട സ്റ്റാൻഡിൽ വന്നങ്ങ് നിൽപ്പ്, അവിടെ ഒരു ചേച്ചിയെ നോക്കിയിട്ട് ഒരു സാധനം എഴുതി. രാവിലെ വിളിച്ച് സാർ ഇതേപോലെ ഒരു സാധനം ആയിട്ടുണ്ട്, ചോക്ലി നമുക്ക് കാണാം, ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞ നേരെ ചെന്ന്, സാർ ഇതേപോലെ സാധനം ആയിട്ടുണ്ട്, ഓക്കെ പാടി, ഇഷ്ടപ്പെട്ട് കൊള്ളാം, നല്ല രസമുണ്ട്, നമ്മുടെ തീമുമായിട്ട് സിങ്കായി പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് സാധനം ചെയ്ത്. എനിക്ക് ഭയങ്കര കാര്യമുള്ള ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാർ ഒരു കൾട്ട് ക്ലാസിക് ആക്ടറാണ്. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ നമ്മൾ നേരത്തെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളെ പറ്റി പറഞ്ഞില്ലേ, എക്സ്ട്രീം ഒബ്സസ്ഡ് ആണ്, എക്സ്ട്രീം പാഷനേറ്റ് ആണ്. എന്താണോ ചെയ്യുന്നത് അതിനെപ്പറ്റി ഐ എം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ് പേഴ്സൺ. I'm really proud of that person. I really love that person. പുള്ളി ഭയങ്കര പാഷനേറ്റ് ആണ് പുള്ളി ചെയ്യുന്ന കാര്യത്തിൽ. ആൻഡ് ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് തന്നെ ലൈക്ക് പുള്ളി എടുക്കുന്ന എഫേർട്സ് ഉണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് ഇമ്മൻസീവ്. ഞാൻ പറഞ്ഞു, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് മീഡിയ സ്റ്റുഡൻസിന് എടുത്തു വെച്ച് പഠിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സിനിമകളാണ് വിനയ് ഫോർട്ട് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ് എ മീഡിയ സ്റ്റുഡൻറ്റ് എനിക്ക് ഇങ്ങനൊരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്, അറ്റ്ലീസ്റ്റ് ഒരു പാർട്ടാവാൻ പറ്റിയത്, ഇറ്റ്സ് എ ബിഗ് തിങ്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അമേസിങ്, ട്രൂലി ഇൻസ്പയറിങ് മാൻ. സോ യൂഷ്വലി ചൊക്ലിയാണ് പോയി ചോദിക്കാറ്, മൂന്ന് വേർഡ്സ് പറയും ഞാനൊരു പാട്ടുണ്ടാകും. ഞങ്ങൾ പറയാൻ പറഞ്ഞ 3 വേർഡ്സ്, നമുക്കൊരു പാട്ടുണ്ടാക്കി തരുമോ? ആയിക്കോട്ടെന്നാ. ആയിക്കോട്ടെന്നാ. ഓക്കെ, പറയും 3 വേർഡ്സ് പറയും. ക്രിപ്റ്റോ, ഓക്കെ, ബിറ്റ്കോയിൻ, വേണ്ട, അദ്വൈതം എന്ന് പറയുന്ന പോലെ ഉണ്ട്. ക്രിപ്റ്റോ, ഓക്കെ, ലെറ്റ്സ് കീപ് ബിറ്റ്കോയിൻ. ക്രിപ്റ്റോ വേണ്ട, ബിറ്റ്കോയിൻ എടുക്കാം. ഞാൻ ബ്ലാക്ക് ആയിട്ട് ഭയങ്കര ഒബ്സസ്ഡ്. ബ്ലാക്ക് 3 വാക്ക് പറ, പെട്ടെന്ന് പറ, ആലോചിച്ച് പറ. തിങ്ക് അബൌട്ട് 3 വേർഡ്സ്. ബ്ലാക്ക്, ബിറ്റ്കോയിൻ, ഒരു വേർഡും കൂടി പറയ്. കൊല്ലം. എൻ്റെ അമ്മോ,
ഇത് ചെറിയ വഴിക്കൊന്നും തീരത്തില്ല. ബിറ്റ്കോയിൻ ബ്ലാക്ക് കൊല്ലം. They're gonna be tagging me racist or something for this. ചൊക്ലി ഫ്രം കരുനാഗപ്പള്ളി എന്റെ ഭാരതാന്റെ പയ്യങ്ങ് പിടിച്ചു ഞാനങ്ങ് പാടി. എവിടാ കരുനാഗപ്പള്ളി എന്ന് കേട്ടവന് സ്ഥലം കാട്ടിക്കൊടുത്തു. മാപ്പിലങ്ങ് കുത്തി മോനെ കൊല്ലം, അവിടെ തന്നെയാണ് എന്റെ മോനെ ഇല്ലം. നേരെ ഇങ്ങ് പോരും നിനക്ക് വേണ്ടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് നല്ല 1-ാം തരം വെള്ളം. കിണറത് കുത്തി അങ്ങ് കോരി അങ്ങ് കുടിക്ക്. കിണറിന്റെ നിറമെന്താ? കിണറിന് എന്ത് നിറമായാലെന്താ? യു റേസസ് ബിച്ച്. നിന്റെ പാട്ടത് കേട്ടിട്ട് കൂടെ അങ്ങ് പോര്. കറുപ്പിന് അഴക് പറഞ്ഞവൻ എവിടെ? വെളുത്ത പെണ്ണിനെ കെട്ടി സുഖമായി കഴിഞ്ഞു. അയ്യോ സ്പീറ്റിംഗ് ഫാക്ട്സ് നിനക്ക് വേണ്ടി മാത്രം, അത് തന്നെ എന്റെ ഉള്ളിൽ നിന്നത് വരും. ക്രിപ്റ്റോ കറൻസി ട്രേഡിങ് പഠിക്കാൻ നേരെ അങ്ങ് പോണം. 2024 റെസല്യൂഷൻ എടുത്തു നേരെ അങ്ങ് ചെന്നു. മിർസാദ് കോച്ചിങ് അക്കാഡമി. നേരെ ഇങ്ങ് പോരെ, നിനക്ക് വേണ്ടി ഞാൻ മന്തി വാങ്ങിത്തരാം. നേരെ പഠിച്ചിട്ട് നിനക്കങ്ങ് കാശത് സമ്പാദിക്കാം മോനെ. ഞാൻ നേരെ പുള്ളിയുടെ കൂടെ തന്നെ കേറി പഠിക്കാനും മോഹം പൂത്തങ്ങ് ഒലഞ്ഞു. ചോക്ലി ഫ്രം കരുനാഗപ്പള്ളി, പേരെന്റെ മറക്കണ്ട നിനക്ക് വേണ്ടി. ഞാനത് പാടുമ്പോ നാട്ടുകാർ നോക്കി, അവിടെ നിന്ന് മാമൻ മുണ്ടൂരിയാടി. എന്റെ മാമ പൊന്നോ നിങ്ങളെന്തു വള്ളി, കൊല്ലത്ത് വന്നിട്ടാണോ ഇമാതിരി ഊട് പരിപാടി നിങ്ങ കാണിക്കുന്നേ? ഇനി അടി കൊണ്ട് വാടും കേട്ടോ, നാട് വേറെ വിട്ടോ. Nice. Yeah. നിങ്ങളുടെ ഈ കുറച്ച് ടാലന്റ് ഉണ്ടെന്ന് കരുതുക. Okay. ആൻഡ് ഈ ടാലന്റ് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഉള്ളിൽ കൊണ്ട് നടക്കുക. നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാവുന്ന ആളാ, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ക്യാറ്റ് വാഗ് ചെയ്യുന്ന ഒരാളാ, നിങ്ങളൊരു സൂപ്പർ മോഡൽ ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാ. നിങ്ങൾ ഇത് എവിടെയും കൊണ്ടുപോയി കാണിക്കുന്നില്ല. അയ്യോ ഞാനിനി നടന്നു കഴിയുമ്പോൾ ഇവരൊക്കെ എന്ത് വിചാരിക്കും, അല്ലെ ഞാൻ പാട്ട് പാടി കഴിയുമ്പോൾ ഇവരൊക്കെ എന്ത് വിചാരിക്കും, ഞാനിവിടെ പാടാൻ കൊള്ളാവോ? സി ഇഫ് യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പെർഫോം സംതിങ്, ഡു ഇറ്റ്. അപ്പോൾ പെർഫോം ചെയ്യണം. ബിക്കോസ് ലൈഫ് ഡസൻ ഗീവ് യു ലൈക്ക് ഓപ്പർച്യൂണിറ്റീസ് ട്വൈസ്. ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. എപ്പോഴാണോ കിട്ടുന്നത് അപ്പം ചെയ്യുക. ഇറ്റ്സ് നോട്ട് ഷോയിങ് ഓഫ്. ലൈക്ക് ഇഫ് യു നീഡ് ടു ഷോ ഓഫ് ദെൻ യു നീഡ് ടു ഷോ ഓഫ്. ഞാൻ അന്നും ഇന്നും എന്നും എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തും എൻ്റെ അടുത്തും ഒന്ന് സംസാരിക്കുന്നവരടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചോദിച്ചു മേടിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കൊരു പ്രമുഖ ഡയറക്ടറിൻ്റെ അടുത്ത്, ഒരു പ്രമുഖ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരു പ്രമുഖ കമ്പനി എടുത്ത് നിങ്ങൾക്കൊരു അവസരം ചോദിക്കണം. ആൻഡ് നിങ്ങൾക്ക് കൈൻഡ് ഓഫ് ഒരു നാണമാണ്, അയ്യോ ഞാനിനി പോയി അയാളുടെ അടുത്ത് അവസരം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ തരൂ, അയാൾ ഇനി എന്ത് വിചാരിക്കും? അയാൾ എന്തെങ്കിലും വിചാരിക്കട്ടെ. അയാൾ ഇന്ന് നീ പോയി അവസരം ചോദിക്കുമ്പോൾ നിനക്ക് ആ അവസരം തന്നില്ലെങ്കിൽ നീ 10 വർഷം കഴിഞ്ഞ് പോയി ചോദിച്ചാലും തരത്തില്ല. നിനക്ക് 10 വർഷം കഴിഞ്ഞ് തരുന്ന ഒരാളാണെങ്കിൽ നീ ഇന്ന് പോയി ചോദിച്ചാലും അത് തരും. ആൻഡ് ഇന്ന് അയാൾക്ക് തരാൻ പറ്റിയില്ല എങ്കിൽ അയാൾ 5 വർഷം കഴിഞ്ഞ് നിനക്ക് തരുന്നതിനെ പറ്റി ആലോചിക്കും. നീ അത് ചോദിച്ചില്ലെങ്കിൽ നിനക്കത് കിട്ടില്ല. ഇഫ് യു നീഡ് സംതിങ് യു ഹാവ് ടു ഗോ ഫോർ ഇറ്റ്, യു ഹാവ് ടു ആസ്ക് ഫോർ ഇറ്റ്. നോ വൺ കെയർസ് അബൌട്ട് യു ബ്രോ. No one cares about me, no one cares about you, no one cares about the people who are watching except for our beloved ones. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തന്നെ ചെല്ലണം. ഞാൻ പല ആളുകളുടെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒറ്റ കാര്യമുള്ളൂ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കര കര ആഞ്ഞു കര. ആളുകൾ മൊത്തം കരയുന്നവർ, ആളുകൾ മൊത്തം കേൾക്കുന്നത് വരെ കര. Amazing. Scream for help, scream for opportunities. And when you get an opportunity, give your 100% output. പറ്റുന്നത് 100% കൊടുക്കുക. ഓക്കെ എൻ്റെ കയ്യിൽ ഇത്രയും സാധനം എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഇത്രയും ചെയ്യണ്ട, ഇത്രയും ചെയ്താൽ മതി എന്ന് വിചാരിക്കരുത്. ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്രയും, അത്രയതിലധികം അത്രയും കൂടെ ചെയ്യും. പൊളിക്ക്. I am thrilled. I am kind of pumped right now. Really genuinely feel that you're gonna go to places, man. I'm so happy that I have you on this podcast. I wish I could sit for another 1, 2, 3, 4 hours and discuss this thing with you. And I love you what you're doing, man. Keep on doing. Love you so much, Macha. Thank you so much for coming. I hope interaction with Advait എങ്ങനെയെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ ഇൻസ്പയർ ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ദിസ് മച്ച് ആൻഡ് റോക്കിംഗ് ഓൺ ദ സ്റ്റേജസ് ആൻഡ് ദ സ്ട്രീറ്റ്. ആൻഡ് ദിസ് ഇസ് മൈ ഡിയർ ഫ്രണ്ട് Chokli from Kernagapalli. Love you, man. Chokli rapper. You can find me on Instagram. Spotify എൻ്റെ പാട്ടുകളൊക്കെ ഉണ്ട്, കേട്ടു നോക്ക്. കുമ്പളങ്ങ എന്ന് പറഞ്ഞൊരു സോങ് ചെയ്തിട്ടുണ്ട്. സമകാലിക പ്രസക്തിയുള്ളൊരു പാട്ടാണ്. ഇപ്പം നടക്കുന്ന ഒരു വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു ത്രില്ലിംഗ് സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും പോയി കുമ്പളങ്ങ കേട്ടു നോക്കൂ. ആൻഡ് ദിസ് ഈസ് യുവർ ബോയ് Chokli signing off with Mirsad from
crypto tribe or whatever it is. tribe find your vibe. It's a pleasure, man. Yeah, it's a pleasure. Thank you so much for coming. Yeah? Thank you. Thanks, man. You're welcome. Thanks a lot.